ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. പുതിയൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും എക്സാമിന് ഒരു ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിന് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എക്സാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. A to Z എക്സാം പോയിന്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇയാളെ കുറിച്ചിട്ടാണ് അല്ലെ. നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരാളാണ്. നമ്മുടെ മറ്റേണൽ പെൽവിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫീറ്റൽ സ്കൾ നന്നായിട്ട് പഠിച്ചു. അതിന്റെ ഡയമീറ്റേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മറ്റേണൽ പെൽവിസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ആസ്പെക്ട്സും പ്ലസ് അതിന്റെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമാണ്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒരു റിവ്യൂ ടോപ്പിക് മാത്രമാണ്. കാരണം നിങ്ങൾക്ക് ഇതിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉള്ള ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മറ്റേണൽ പെൽവിസിനെ കുറിച്ചിട്ടുള്ള അതിന്റെ ഫസ്റ്റ് അനാറ്റമിക്കൽ ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. മെയിൻ ആയിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ പെൽവിക് ബോൺസിനെ കുറിച്ച് നല്ലൊരു ക്ലിയർ കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. എങ്ങനെ തിരിച്ചു മറിച്ചും ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. രണ്ടാമത് പെൽവിക് ജോയിന്റ്സിനെ കുറിച്ച് നല്ല ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഏതൊക്കെയാണ് പെൽവിക് ലിഗമെന്റ്സ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് രണ്ട് പാർട്സ് ഓഫ് പെൽവിസ് ഉണ്ട് അല്ലെ. ഫാൾസ് പെൽവിസ് ഉണ്ട്, ട്രൂ പെൽവിസ് ഉണ്ട്. ഇതൊക്കെ ഓർമ്മയുണ്ടോ? നമുക്ക് ഫാൾസ് പെൽവിസ് എന്താണ്, ട്രൂ പെൽവിസ് എന്താണ്, ട്രൂ പെൽവിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ പാർട്സ് ഏതൊക്കെയാണ്, ആ ഓരോ പാർട്സിന്റെയും ഡയമീറ്റേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഡയമീറ്റേഴ്സ് പഠിക്കണം. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് കാൾഡ്വെല്ലിന്റെ 4 ടൈപ്പ് ഓഫ് പെൽവിസ് ഏതൊക്കെയാണ് കേട്ടിട്ടുണ്ടാവുമോ? കാൾഡ്വെൽ മൊളോയിസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡിഫോംഡ് ആയിട്ടുള്ള പെൽവിസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം. ഇപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ചോദിക്കുന്നത് കേട്ടോ. ട്രൂ പെൽവിസ് ഏതാണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഫേവറബിൾ പെൽവിസ് ഫോർ വജൈനൽ ഡെലിവറി ഏതാണ് എന്നത് തൊട്ട് റോബർട്ട് പെൽവിസ്, നിഗൽസ് പെൽവിസ്, ടൈഫോട്ടിക് പെൽവിസ്, റാക്കിറ്റിക് പെൽവിസ്, ഇങ്ങനെ ഇഷ്ടം പോലെ എക്സാം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പം ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഇമേജ് തരും പെൽവിസ്, ഇത് ടൈപ്പ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അവർ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് തരും. അപ്പൊ ആ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഏത് ടൈപ്പ് പെൽവിസ് ആണെന്ന് അറിയുക. ഇങ്ങനത്തെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ബോൺസും പിന്നെ കുറച്ച് ഡയമീറ്റേഴ്സും മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. പെൽവിസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് അതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നന്നായിട്ട് പഠിക്കുക, തറോ ആയിട്ട് പഠിക്കുക. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോവല്ലോ. അപ്പൊ നമുക്ക് ഡയറക്ട്ലി നമ്മൾ ഇന്ന് ക്ലാസ്സിലേക്ക് പോവുകയാണ്. കുറച്ച് സമയമെടുക്കും, എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ സമയം അറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം അത് വളരെ പ്രയോജനപ്പെടും. നിങ്ങൾ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് ഫീമെയിൽ പെൽവിസ്. ഓക്കെ, ഫീമെയിൽ പെൽവിസ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ പെൽവിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗൈനക്കോയിഡ് ടൈപ്പ് പെൽവിസ് ആണ്. ഗൈനക്കോയിഡ് ടൈപ്പ് പെൽവിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രിം എന്ന് പറയുന്നത് റൗണ്ട് ആണ്. ഓക്കെ, ബ്രിം എന്ന് പറയുന്നത് റൗണ്ട് ആയിട്ടുള്ള പെൽവിസ് ആണ്. എന്തെന്ന് പറയുന്നത്? ഗൈനക്കോയിഡ് പെൽവിസ് എന്ന് പറയുന്നത് ഏറ്റവും ഫേവറബിൾ ആയിട്ട് ഡെലിവറി നടക്കുന്നതും ഏറ്റവും ട്രൂ പെൽവിസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇയാളെ കുറിച്ചിട്ടാണ്, ഗൈനക്കോയിഡ് പെൽവിസ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മുടെ ഫീമെയിൽ പെൽവിസ് അല്ലെങ്കിൽ ഗൈനക്കോയിഡ് പെൽവിസ് എന്ന് പറയുന്നത് ഫോം ചെയ്തിരിക്കുന്നത് 4 ബോൺസ് കൊണ്ടിട്ടാണ്. ഏതൊക്കെയാണ് 4 ബോണുകൾ? 4 എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇറ്റ് സെൽഫ് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതായത് ഫീമെയിൽ പെൽവിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൗ മെനി ബോൺസ്? എത്ര ബോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 4 ബോൺസ് കൊണ്ടിട്ടാണ് നമ്മുടെ ഫീമെയിൽ പെൽവിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 ബോൺസ് എന്ന് ചോദിച്ചാൽ, 2 സൈഡിലായിട്ട് 2 ഇനോമിനേറ്റ് ബോൺസ് ഉണ്ട്. അതായത് ഇതൊരെണ്ണം ഇനോമിനേറ്റ് ബോൺ ആണ്, ഇയാൾ ഒരെണ്ണം കംപ്ലീറ്റ് ഇനോമിനേറ്റ് ബോൺ ആണ്. ഓക്കെ, 2 ഇനോമിനേറ്റ് ബോൺ ഉണ്ട്. ബാക്കിൽ സേക്രം, അതിന് താഴെ കോക്ലിക്സ്. ഓക്കെ, 4 ബോൺസ് ആണ് നമുക്ക് മെയിൻലി ഉള്ളത്.
രണ്ട് ഇനോമിനേറ്റ് ബോൺസ് ആൻഡ് സേക്രം ആൻഡ് കോക്സിക്സ്. ഇനോമിനേറ്റ് ബോണിനെ നമുക്ക് ഹിപ്പ് ബോൺ എന്ന് വിളിക്കാം. ഇനോമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനോമിനേറ്റ് എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നുമില്ല, 3 കുഞ്ഞു ബോണുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഒരു വലിയ ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇനോമിനേറ്റ് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സൈഡിൽ ഇനോമിനേറ്റ് ബോണിനെ നമ്മൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതാണ് ഒരു ഇനോമിനേറ്റ് ബോൺ എന്ന് പറയുന്നത് അല്ലെ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ബോൺസ് ഫ്യൂസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ് ആ ബോൺസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് സുപ്പീരിയർലി നമ്മുടെ ഇലിയം, ഈ ഫ്ലയേർഡ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ, വിടർന്നു നിൽക്കുന്ന ഏരിയ ആണ്, ദാറ്റ് ഇസ് ഇലിയം. ഇൻഫീരിയർലി ബൈ ഇഷ്യം ആൻഡ് ആന്റീരിയർലി ബൈ pubic bone. ഏതൊക്കെയാണ്? ഇലിയം സുപ്പീരിയർലി ആൻഡ് ലാറ്ററലി, ഇൻഫീരിയർലി നമ്മുടെ ഇഷ്യം ആൻഡ് ആന്റീരിയർലി ബൈ അവർ pubic bone. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഒരു ഇനോമിനേറ്റ് ബോൺ ഒരു സൈഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇപ്പുറത്തും ഉണ്ട് ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പ്യൂബിക് ബോൺസിനെ തമ്മിൽ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ജോയിൻ ചെയ്ത് ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്യൂബിക് ബോൺസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ജോയിന്റിന് പറയുന്ന പേരാണ് സിംഫൈസിസ് പ്യൂബിസ്. ഓക്കെ, സിംഫൈസിസ് പ്യൂബിസ്. സോ പ്യൂബിക് ബോൺ joined together anteriorly by our symphysis pubis. Next question, symphysis pubis is which type of joint? Symphysis pubis എന്ന് പറയുന്നത് ഒരു കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. ദാറ്റ് ഇസ് ആൻ എക്സാം ക്വസ്റ്റ്യൻ. ഓക്കെ, കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. അപ്പൊ നമുക്ക് 2 ഇനോമിനേറ്റ് ബോൺ, ഒരു സേക്രം, താഴെ കോക്കിക്സ്. എന്റെ ഈ പെൽവിസിന്റെ കോക്കിക്സ് ഒടിഞ്ഞു പോയതാണ് കേട്ടോ, ഇതിന് താഴെ കൊണ്ടായിരുന്നു ഒരു വാല് പോലെ സാധനം, കാണാൻ പറ്റുന്നില്ല കേട്ടോ, സോറി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമ്മള് ഫീമെയിൽ പെൽവിസിനെ അല്ലെങ്കിൽ പെൽവിസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമ്മൾ പെൽവിക് ഗിർഡിൽ എന്നൊക്കെ വിളിക്കും അല്ലെ. പെൽവിക് ഗിർഡിൽ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ദ പെൽവിസ് ഫോർസ് എ കണക്ഷൻ ബിറ്റ്വീൻ അവർ ആക്സിയൽ സ്കെൽറ്റൻ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. അപ്പൻഡിക്കുലാർ സ്കെൽറ്റനും ആക്സിയൽ സ്കെൽറ്റനും ഇടയിൽ ഒരു കണക്ഷൻ ആയിട്ട് നമുക്ക് ആരെ പറയാൻ പറ്റും? നമ്മുടെ പെൽവിസിനെ പറയാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? പെൽവിക് ഗിർഡിൽ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞു വെക്കണം. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാം പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. Our pelvis is made up of 4 bones, 2 innominate bone and 1 sacrum and 1 coccyx. കിട്ടിയല്ലോ. And 1 innominate bone is formed by the fusion of 3 bones. ഏതൊക്കെയാണ്? ഇലിയം, ഇഷ്യം, പ്യൂബിസ്. ഇനി ഇവർ എവിടെയൊക്കെ കാണുന്നു നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം അല്ലെ. ഇലിയം സുപ്പീരിയർ ആൻഡ് ലാറ്ററലി, ലാറ്ററൽ ആയിട്ട് കാണും, സുപ്പീരിയർ മുകളിലാണ് കാണുന്നത്. ആൻഡ് ഇഷ്യം ഇൻഫീരിയർലി ആൻഡ് പ്യൂബിസ് anteriorly. And pubic bones are joined together by a cartilaginous joint which is known as symphysis pubis. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? Then pelvic girdle എന്ന് പറയും because it forms a connection between our axial skeleton and appendicular skeleton. So pelvic girdle എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെരിഫറലി അറിഞ്ഞിരിക്കണം. ഇനി 1 by 1 നമുക്ക് ടോപ്പിക്സിലേക്ക് പോവാം. ഓക്കെ, ആദ്യം ഞാനൊന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെൽവിക് ബോൺസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ അനാറ്റമിക്കൽ ആസ്പെക്ട്സുകൾ ഞാൻ പറയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്, എങ്കിലും നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ BSc, GNM അല്ലെങ്കിൽ MSc ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെൽവിസിനെ കുറിച്ച് കുറച്ച് അനാറ്റമിക്കൽ ആസ്പെക്ട്സും നമ്മളും അറിഞ്ഞിരിക്കണം, അവരും അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് അബൌട്ട് ഇലിയം. ഇലിയം നിങ്ങൾ നോക്കിക്കേ. ഇലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെൽവിസിന് സുപ്പീരിയർ ആയിട്ട് ലാറ്ററൽ ആയിട്ട് കാണുന്ന ബോൺ ആണ് ഇലിയം എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലയേർഡ് ഏരിയ ആണ് ഇലിയം എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ വിടർന്നങ്ങ് നിൽക്കുകയാണ് കേട്ടോ, ഇലിയം എന്ന് നമ്മൾ പറയും. ഇലിയത്തിന്റെ അപ്പർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഇലിയം എന്ന് പറയുന്നത് ഒരു കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ, ഈ അപ്പർ മോസ്റ്റ് പോർഷൻ. ഇതിന് പറയുന്ന പേരാണ് ഇലിയ ക്രസ്റ്റ്. ഈ ഒരു പോർഷൻ ഇല്ലേ എന്ന് വെച്ചാൽ സുപ്പീരിയർ ബോർഡർ ഈസ് ഇലിയ ക്രസ്റ്റ്. ഇലിയ ക്രസ്റ്റ് ഇങ്ങനെ ആന്റീരിയർലി മൂവ് ചെയ്യുമ്പോൾ അതാ ഇവിടെ ഒരു ടിപ്പ്. ഈ ടിപ്പിന് പറയുന്ന പേരാണ് ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ. ഓക്കെ, ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ. അത് ജസ്റ്റ് താഴെയായിട്ട് വരുമ്പോൾ ഒരു കർവ് ആണ് കാണുന്നത്. കർവിലൂടെ ഇറങ്ങി വരുമ്പോൾ അടുത്ത ടിപ്പ് ദാ ഇവിടെ നിൽക്കുന്നു. ഇയാളെ നമ്മൾ വിളിക്കും ആന്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇലിയത്തിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇലിയ ക്രസ്റ്റ് വന്ന് ബാക്ക് സൈഡിൽ ഒരു ടിപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് നോൺ ആസ് പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ. ആൻഡ് താഴെയാണെങ്കിൽ അതിന്റെ പോലെ ഒരു ടിപ്പ് കൂടെ കാണാം. ഈ ടിപ്പിന് പറഞ്ഞ പേരാണ് ഇത് കേട്ടോ, ഈ ബൾജ്.
ഇതിന് പറഞ്ഞ പേരാണ് പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ. ക്ലിയർ ആയല്ലോ? ഇലിയാക് ക്രസ്റ്റ് ഉണ്ട്, ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ഉണ്ട്, ആന്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ ഉണ്ട്, ബാക്ക് സൈഡില് പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ഉണ്ട്, പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ ഉണ്ട്. ദെൻ നിങ്ങൾ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കേ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ടഫ് ആണ് കേട്ടോ, കുറച്ച് റഫ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ബാക്ക് സൈഡ് നമ്മുടെ ഇലിയത്തിന്റെ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് മസിൽസും ലിഗമെന്റ്സും ഒക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നതിന് ട്യൂബർക്കിൾ, ട്യൂബ്രോസിറ്റി എന്ന് നമുക്ക് പറയാം കേട്ടോ. ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ പറയുന്ന പേരാണ് ഇലിയാക് ട്യൂബ്രോസിറ്റി. ഇലിയാക് ട്യൂബ്രോസിറ്റി എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ഇവിടെയാണ് ജോയിന്റ്സും ലിഗമെന്റ്സും മസിൽസും ഒക്കെ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു ഡിപ്രഷൻ ആണ് കാണുന്നത് അല്ലെ, ഇവിടെ ഒരു കുഴിയാണ്, തെന്നി ഇറങ്ങുന്ന കുഴി. ഈ ഡിപ്രഷന് പറയുന്ന പേരാണ് ഇലിയാക് ഫോസ. എന്താണ്? ഇലിയാക് ഫോസ എന്ന് നമുക്ക് വിളിക്കാം. ഈ ഇലിയാക് ഫോസ കണ്ടോ, ഇലിയം എങ്ങോട്ടാ ജോയിൻ ചെയ്തേക്കുന്നത് നോക്കിക്കേ, നമ്മുടെ ഈ സേക്രത്തിന്റെ ഈ വിങ്ങിലേക്കാണ് ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണ് അല്ലെ. അപ്പൊ ഈ ഒരു ജോയിന്റിന് നമ്മൾ എന്തെന്ന് പറയാം? സേക്രവും ഇലിയവും തമ്മിലുള്ള ജോയിന്റ് ആണ്. നമ്മൾ എന്തെന്ന് വിളിക്കും ഇതിനെ? സേക്രോ ഇലിയാക് ജോയിന്റ്. ഓക്കെ, സേക്രോ ഇലിയാക് ജോയിന്റ് എന്ന് നമുക്ക് ഈ ഒരു ജോയിന്റിനെ വിളിക്കാം. ഇതിന് പ്രത്യേകത എന്താ? എക്സാം ക്വസ്റ്റ്യൻ ആണ്. ദ സ്ട്രോങ്സ്റ്റ് ജോയിന്റ് ഇൻ അവർ ബോഡി എന്ന് പറയുന്നത് എന്താണ്? സേക്രോ ഇലിയാക് ജോയിന്റ് ആണ്. സേക്രോ ഇലിയാക് ജോയിന്റ്. ദെൻ നമ്മൾ ഇതിന്റെ ഈ ആന്റീരിയർ പോർഷൻ എടുക്കുമ്പോഴത്തേന്, ഇലിയത്തിന് ആന്റീരിയർ പോർഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സുപ്പീരിയർലി ആന്റീരിയർലി പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതെ, ഇവിടെ ഈ ലൈനിന് പറഞ്ഞ പേരാണ് ആർക്വേറ്റ് ലൈൻ. എന്താണ്? ആർക്വേറ്റ് ലൈൻ. ആർക്വേറ്റ് ലൈനിന് ഒബ്സ്റ്റട്രിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴത്തേന് ഇവിടെ നിങ്ങൾക്ക് ഇലിയത്തിന്റെ ബാക്ക് സൈഡിൽ ഒരു ഗ്രേറ്റർ നോച്ച് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഒരു വളവ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് പറഞ്ഞ പേരാണ് ഗ്രേറ്റർ സയാറ്റിക് നോച്ച്. അതായത് ഗ്രേറ്റർ സയാറ്റിക് നോച്ച്. എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? പേരിൽ തന്നെ ഉണ്ട്, നമ്മുടെ സയാറ്റിക് നെർവ് പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഗ്രേറ്റർ സയാറ്റിക് നോച്ച്. രണ്ട് സൈഡിലുണ്ട്, കാണുന്നില്ലേ? ഇതാണ് ഗ്രേറ്റർ സയാറ്റിക് നോച്ച് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യം നമ്മുടെ ഇലിയത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇലിയം എന്ന് പറയുന്നത് സുപ്പീരിയർലി ലാറ്ററലി ആണ് കാണുന്നത്. അപ്പർ ബോർഡറിനെ നമ്മൾ ഇലിയാക് ക്രസ്റ്റ് എന്ന് പറയും. ആന്റീരിയർലി എൻഡ് ചെയ്യുന്ന ചിപ്പാണ് ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ. തൊട്ട് താഴെയായിട്ട് ആന്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ ഉണ്ട്. ബാക്ക് സൈഡ് നോക്കുമ്പോഴത്തേന് പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ആൻഡ് പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ ആൻഡ് നമുക്ക് ഇവിടെ ഗ്രേറ്റർ സയാറ്റിക് നോച്ച് ഉണ്ട് അല്ലെ. ഈ ഒരു ഏരിയയാണ് ഗ്രേറ്റർ സയാറ്റിക് നോച്ച് എന്ന് പറയുന്നത്. അവിടെയാണ് സയാറ്റിക് നെർവ് പാസ് ചെയ്യുന്നത്. ഈ റഫ് ആൻഡ് ആയിട്ടുള്ള ബാക്ക് സൈഡിൽ നമ്മൾ പറയും ഇലിയൽ ട്യൂബ്രോസിറ്റി എന്ന് നമ്മൾ വിളിക്കും. ഫ്രണ്ട് പോർഷനിൽ പോകുമ്പം ഇത് ഡിപ്രഷൻ ഇലിയാക് ഫോസ എന്ന് വിളിക്കും. ഇതാണ് സേക്രോ ഇലിയാക് ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് ആർക്വേറ്റ് ലൈൻ. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ഇലിയത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഷ്യമാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്യം എന്ന് പറഞ്ഞാൽ ഇനോമിനേറ്റ് ബോണിന്റെ ഇൻഫീരിയർ പോർഷൻ ആണ് ഇഷ്യം. ഈ ഇഷ്യം കണ്ടോ, ഈ ഇഷ്യത്തിന് നമുക്ക് രണ്ട് പാർട്ട് പറയാം അല്ലെ. ഒരു ഇഷ്യത്തിന് ഒരു ബോഡി ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പോകുന്ന പോർഷന് പറഞ്ഞ പേരാണ് റാമസ്. ഇതാണ് റാമസ് കേട്ടോ. ഇതൊരു ബോഡി, ഇതൊരു റാമസ്. നമ്മൾ ബോഡിയിൽ ഈ താഴെവശം നിങ്ങൾ നോക്കിക്കുക, വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. നമ്മൾ ഇരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. എന്താണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര്? ഇവിടെ ബോഡിയുടെ താഴെ ഇതിന് പറഞ്ഞ പേരാണ് ഇഷിയൽ ട്യൂബ്രോസിറ്റി. എന്താണ്? ഇഷിയൽ ട്യൂബ്രോസിറ്റി. ഇത് കേട്ടോ, ഇഷിയൽ ട്യൂബ്രോസിറ്റി. ഇതാണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്? നമുക്ക് ഇരിക്കാൻ സഹായിക്കുന്നത് ഇഷിയൽ ട്യൂബ്രോസിറ്റി ആണ്. പിന്നെ ഇതിന്റെ ബാക്കിലേക്ക് നിങ്ങൾ പോയേ, ഈ ഇലിയത്തിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ കാണാൻ പറ്റുന്നില്ലേ? കണ്ടില്ലേ? ഈ പ്രൊജക്ഷൻ എന്താ പറയാ? ഇത് വളരെ ഇമ്പോർട്ടന്റ്, ഒബ്സ്റ്റട്രിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷന് പറയുന്ന പേരാണ് ഇഷിയൽ സ്പൈൻ. എന്താണ്? ഇഷിയൽ സ്പൈൻ. ഇഷിയൽ സ്പൈൻ ഒബ്സ്റ്റട്രിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ പഠിക്കും ഇഷിയൽ സ്പൈൻ. ക്ലിയർ ആയല്ലോ? അപ്പോ നമ്മുടെ ഇഷ്യത്തിന്റെ പാർട്സ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇഷ്യത്തിന് ഒരു ബോഡി ഉണ്ട്, ഇഷ്യത്തിന് ഒരു റാമസ് ഉണ്ട്. ഈ താഴെയുള്ള ഈ റഫ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ഇഷിയൽ ട്യൂബ്രോസിറ്റി എന്ന് വിളിക്കും. ബാക്ക് സൈഡിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, ഈ പ്രൊജക്ഷന് പറഞ്ഞ പേരാണ് ഇഷിയൽ സ്പൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കുഴി കാണുന്നുണ്ടല്ലോ. നമ്മളുടെ ഇഷ്യത്തിന്റെ ബോഡിയും ഇഷ്യത്തിന്റെ റാമസിനും ഇടയിലാണെങ്കിൽ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് കാണുന്നുണ്ട്. ഈ ഓപ്പണിങ്ങിന് പറഞ്ഞ പേരാണ്
ഒബ്റ്റുറേറ്റർ ഫൊറാമൻ. എക്സാം ക്വസ്റ്റ്യൻ. ഒബ്റ്റുറേറ്റർ ഫൊറാമൻ. എന്താണ് ഒബ്റ്റുറേറ്റർ ഫൊറാമൻ എന്ന് പറയുന്നത്? ഈ ഒബ്റ്റുറേറ്റർ ഫൊറാമനിൽ കൂടെയാണ് ബ്ലഡ് വെസൽസും നെർവ്സും ലിംഫ് വെസൽസും ഒക്കെ ഈ അകത്തേക്കുള്ള പെൽവിക് ഓർഗൻസിനെ സപ്ലൈ ചെയ്യാൻ കയറി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഒബ്റ്റുറേറ്റർ ഫൊറാമൻ റൈറ്റ് സൈഡിലും ഒരു ഒബ്റ്റുറേറ്റർ ഫൊറാമൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ ഇലിയം ഇഷ്യം പഠിച്ചു. അടുത്ത ആളാരാണ്? ആന്റീരിയർലി ഉള്ള ബോൺ ആണ്. നമുക്ക് രണ്ട് പിബിക് ബോൺസ് ഉണ്ട് അല്ലെ? അപ്പൊ പിബിക് ബോൺസ് എന്ന് പറഞ്ഞാൽ ആന്റീരിയർലി ആണ് കാണുന്നത്. രണ്ട് പിബിക് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിംഫൈസിസ് പിബിസ് ഉണ്ട്, അതൊരു കാർട്ടിലേജിനസ് ജോയിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിന്റെ പാർട്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഈ പിബിസിന് ഇവിടെ ഒരു ക്രസ്റ്റ് പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു എലിവേഷൻ ഉണ്ട്. ഈ എലിവേഷന് പറഞ്ഞ പേരാണ് എന്ത്? പ്യൂബിക് ക്രസ്റ്റ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കുത്തുണ്ട് കണ്ടോ, ഇവിടെ കുറച്ച് എലിവേറ്റഡ് ഏരിയ ഉണ്ട്. ഇതിന് പറഞ്ഞ പേരാണ് പ്യൂബിക് ട്യൂബർക്കിൾ. അപ്പൊ പ്യൂബിക് ക്രസ്റ്റ് ഉണ്ട്, പ്യൂബിക് ട്യൂബർക്കിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കാണുന്നത്. പ്യൂബിക് ട്യൂബർക്കിൾ കഴിഞ്ഞൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കാണുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പറഞ്ഞ പേരാണ് പെക്ടീനിയൽ ലൈൻ. ഓക്കെ, എന്താണ്? പെക്ടീനിയൽ ലൈൻ എന്ന് നമ്മൾ പറയും. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇവിടെ ഇതിന് പറയാം ഇലിയോപെക്ടീനിയൽ എമിനൻസ് എന്ന് നമ്മൾ വിളിക്കും. ഇലിയോപെക്ടീനിയൽ എമിനൻസ്. അപ്പൊ പ്യൂബിക് ക്രസ്റ്റ്, പ്യൂബിക് ട്യൂബർക്കിൾ, പെക്ടീനിയൽ ലൈൻ, ദെൻ ഇലിയോപെക്ടീനിയൽ എമിനൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്യൂബർക്കിൾ ഉണ്ട്, പെക്ടീനിയൽ ട്യൂബർക്കിൾ ഉണ്ട്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങോട്ട് പോവാണ്? നമ്മുടെ ആർക്വേറ്റ് ലൈനിലേക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ആർക്വേറ്റ് ലൈൻ എന്നല്ലേ. അപ്പൊ ആർക്വേറ്റ് ലൈനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ലോങ് സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇലിയോപെക്ടീനിയൽ ലൈൻ എന്ന് നമ്മൾ വിളിക്കും. ഇലിയോപെക്ടീനിയൽ ലൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്യൂബിക് ബോണിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ ഇനോമിനേറ്റ് ബോൺസിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ പെൽവിസ് ഫോം ചെയ്തേക്കുന്ന 4 ബോൺസിൽ 2 എണ്ണം ഇനോമിനേറ്റ് ബോൺസ് ആണെന്നും ഇനോമിനേറ്റ് ബോൺസ് ഫ്യൂസ് ചെയ്തിരിക്കുന്ന 3 ബോൺസിന്റെ ക്ലക്സ് ആണെന്നും നമ്മൾ പറഞ്ഞു അല്ലെ. ഇലിയം, ദെൻ ഇഷിയം ആൻഡ് പിബിസ്. ദിസ് ഇസ് ഒബ്റ്റുറേറ്റർ ഫൊറാമൻ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ 3 ബോൺ, ഇത് ഇലിയം, നമ്മുടെ ഇഷിയം, ഇത് പിബിക് ബോൺ അല്ലെ. ഇവിടെ ഒരു കുഴി അതുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോസ കാണാലോ, ഇവിടെ ഒരു കുഴി കാണാലോ. ഇതിന് പറയുന്ന പേരെന്താണ്? ദിസ് ഇസ് നോൺ ആസ് അസെറ്റാബുലം. എന്താണ്? അസെറ്റാബുലം. എന്താ ഇതിന്റെ പ്രത്യേകത? ഈ 2 സൈഡിലുണ്ട് അല്ലെ. ഈ അസെറ്റാബുലത്തിലാണ് നമ്മുടെ ഫീമർ ഹെഡ് വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതും ഇൻസേർട്ട് ചെയ്യുന്നതും ജോയിൻ ചെയ്യുന്നതും ഒക്കെ ഇങ്ങോട്ടാണ്. ഫീമറിന്റെ ഹെഡ് വന്ന് ജോയിൻ ചെയ്യും. ക്ലിയർ ആയോ? അസെറ്റാബുലം. അപ്പൊ അസെറ്റാബുലം എന്ന് പറയുന്നത് ആരുടെയൊക്കെ ഇടയിലായിരിക്കുക? പിബിക് ബോൺ, ഇഷിയം ആൻഡ് നമ്മുടെ ഇലിയം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇനോമിനേറ്റ് ബോൺസിനെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ബട്ട് അതെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. അത്ര അറിഞ്ഞിരിക്കണം. ഒത്തിരി ഡീപ്പായിട്ട് ഓരോ കുഞ്ഞു പോയിന്റ്സ് ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണോ ഇമ്പോർട്ടന്റ് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ബാക്ക് സൈഡിൽ, പോസ്റ്റീരിയറിൽ നമുക്ക് ആരൊക്കെയാ ഉള്ളത്? നമുക്ക് സേക്രം ഉണ്ട്. ഇതിൽ സേക്രം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ താഴെ നമുക്ക് കോക്കിക്സ് ഉണ്ട് കേട്ടോ. വെസ്റ്റീജിയൽ ടെയിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോക്കിക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ സേക്രത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സേക്രം എന്ന് പറയുന്നത് 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രയുടെ കോമ്പിനേഷൻ ആണ് അല്ലെ. 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേസ് കൊണ്ടിട്ടാണ് നമ്മുടെ സേക്രം ഉണ്ടാക്കിയിരിക്കുന്നത്. 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേ. എക്സാം ക്വസ്റ്റ്യൻ ആണ്. വെഡ്ജ് ഷേപ്പ് ആണ് സേക്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സേക്രം നമ്മൾ നോക്കിക്കേ, സേക്രത്തിന്റെ അകം ഭാഗം എന്ന് പറയുന്നത് കണ്ട്, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്. വളരെ സോഫ്റ്റ് ആണ്, കുറച്ചൊന്ന് കർവ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ ആണ് അല്ലെ. സോഫ്റ്റ് ആണ്, കർവ്ഡ് ആണ്. ഓക്കെ, 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ഉണ്ട്. വെഡ്ജ് ഷേപ്പ് ആണ്. പിന്നെ ട്രയാങ്കുലർ ആണ് ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിന്റെ ഇന്നർ സർഫസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. എന്നാൽ ഈ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കേ, ഇത് വളരെ റഫ് ആണ് അല്ലെ. കാരണം എന്താണ്? ഇതിലേക്കാണ് നമ്മുടെ മസിൽസും ഒക്കെ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഏരിയ ആണ് ഈ സേക്രത്തിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ സേക്രത്തിന്റെ ഈ മോള് ഭാഗമുണ്ടല്ലോ, ഇത് ഈ ഒരു ഏരിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ബേസ് എന്ന് പറയും കേട്ടോ. എപ്പെക്സ് അല്ല, ബേസ്. അതുപോലെ തന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കോക്കിക്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ ഭാഗം, ഈ ഒരു ലോവർ എൻഡിന് നമ്മൾ പറയുന്ന പേരാണ് എപ്പെക്സ്. ഓക്കെ, ലോവർ എൻഡ് ഈസ് നോൺ ആസ് എപ്പെക്സ്, അപ്പർ എൻഡ് ഈസ് നോൺ ആസ് ബേസ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ സേക്രത്തിന്റെ ഈ 2 വിങ്സ് കണ്ടില്ലേ, 2 ചിറകുകൾ അല്ലെ. ഈ ചിറകുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അല ഓഫ് സേക്രം. എന്താണ്? അല ഓഫ് സേക്രം എന്ന് നമുക്ക് പറയാം. അത് എങ്ങോട്ട് ജോയിൻ ചെയ്തേക്കുവാണ്? നമ്മുടെ ഇലിയത്തിലേക്ക് ജോയിൻ ചെയ്തേക്കുവാണ് ബൈ സേക്രോ ഇലിയാക് ജോയിന്റ്.
ക്ലിയർ ആണല്ലോ. ദെൻ അപ്പർ പോർഷൻ നമ്മുടെ ബേസിൽ ഒരു ആന്റീരിയർ പ്രൊജക്ഷൻ നമുക്ക് കാണാമല്ലോ. ഇതാണ് ആന്റീരിയർ പ്രൊജക്ഷൻ. ഇതിന് പറഞ്ഞ പേരാണ് സേക്രൽ പ്രൊമോണ്ടറി. എക്സാം ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, നമ്മൾ ഡയമീറ്റർ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ബേസിൽ ഈ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിന് പറഞ്ഞ പേരാണ് സേക്രൽ പ്രൊമോണ്ടറി. ക്ലിയർ ആണല്ലോ, സേക്രൽ പ്രൊമോണ്ടറി. നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് 4 പെയേഴ്സ് ഓഫ് ഓപ്പണിങ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. 1 2 3 4 4 ഫൊറാമൻസ് കാണാൻ പറ്റുന്നുണ്ട്. 4 പെയേഴ്സ് ഓഫ് ഫൊറാമൻസ് കാണാൻ പറ്റുന്നുണ്ട്. അത് ബാക്ക് സൈഡിലും ഉണ്ട് കണ്ടോ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ബാക്ക് സൈഡിൽ നമുക്ക് 4 ഫൊറാമൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്തിനാ കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നെർവ്സ് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യണ്ടേ, നെർവുകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ 8 ഫൊറാമൻസ് എവിടെയുള്ളത്, നമ്മളുടെ സേക്രത്തിനകത്തുള്ളത്. അപ്പം മറന്നു പോകല്, സേക്രത്തിൽ 4 ഫൊറാമൻസിന്റെ പെയേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. 4 പെയേഴ്സ് ആണ്, ടോട്ടൽ 8 എണ്ണം ഉണ്ട്. നമ്മുടെ നെർവ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആരെ കുറിച്ച് അറിഞ്ഞിരിക്കണം, നമ്മളുടെ സേക്രത്തെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിന് താഴെയുള്ള ആളായിരുന്നു ആര്, നമ്മുടെ കോക്കിക്സ്. നമ്മുടെ കോക്കിക്സ് എന്ന് പറഞ്ഞാൽ 4 ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ആണ്. സേക്രം എന്ന് പറഞ്ഞാൽ 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ആണ്. കോക്കിക്സ് എന്ന് പറഞ്ഞാൽ 4 ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ആണ്. നമ്മൾ വെസ്റ്റീജിയൽ ടെയിൽ എന്നൊക്കെ ഇതിനെ വിളിക്കും കേട്ടോ, വെസ്റ്റീജിയൽ ടെയിൽ എന്ന് നമ്മൾ വിളിക്കും. നമ്മുടെ ഈ സേക്രവും കോക്കിക്സിനും ഇടയിലുള്ള ജോയിന്റ് ഉണ്ട്, നമ്മളൊക്കെ സേക്രോ കോക്സിജിയൽ ജോയിന്റ് എന്ന് അതിനെ വിളിക്കാം. അത് വളരെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ് കേട്ടോ, സേക്രോ കോക്സിജിയൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ബോൺസിനെ കുറിച്ചിട്ട് അറിയേണ്ടത്. നിങ്ങൾക്ക് ഒരു ക്ലിയർ കൺസെപ്റ്റ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ 4 ബോൺസ് കൊണ്ടാണ് മേഡപ്പ് ചെയ്തേക്കുന്നത്. 2 ഇനോമിനേറ്റ് ബോൺ, 1 സേക്രം ആൻഡ് 1 കോക്കിക്സ്. ഇനോമിനേറ്റ് ബോൺസ് എന്ന് പറഞ്ഞ 3 ഫ്യൂസ്ഡ് ബോൺസ് ആണ്. ഇലിയം superiorly and laterally, inferiorly by the ischium, anteriorly by the pubic bone, and anterior portion of the 2 pubic bone is connected together by a joint which is a cartilaginous joint and which is known as the symphysis pubis. And നമ്മൾ എന്ത് പറഞ്ഞു, we discussed the different areas of the ilium, ischium and pubis, and here there is an opening which is known as obturator foramen. ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട്, നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു, നമ്മൾ അസെറ്റാബുലം എന്ന് വിളിച്ചു. നമ്മൾ സേക്രത്തിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ കോക്സിക്സിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ബോൺസിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് പെൽവിസിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? അടുത്തത് നമ്മൾ പെൽവിസിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? ജോയിന്റ്സ് ആണ്. ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോണുകളെ അതിന്റെ പൊസിഷനിൽ ഹെൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ജോയിന്റ്സും ലിഗമെന്റ്സും ഒക്കെ അല്ലെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജോയിന്റുകളെ കുറിച്ചിട്ടാണ്. ജോയിന്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഫ്രണ്ട് പോർഷനിൽ ആന്റീരിയർലി 2 പ്യൂബിക് ബോണിനിടയിലുള്ള ജോയിന്റിന് പറഞ്ഞ പേരാണ് symphysis pubis. എന്താണ്? symphysis pubis, that is a cartilaginous joint. പിന്നെ നമുക്ക് പെൽവിസിലുള്ള അടുത്ത ജോയിന്റ് ഏതാണ്? നമുക്ക് 2 സേക്രോ ഇലിയാക് ജോയിന്റ് ഉണ്ട് ബിറ്റ്വീൻ സേക്രം ആൻഡ് ഇലിയം, സേക്രോ ഇലിയാക് ജോയിന്റ്. പിന്നെ ഒരു ജോയിന്റ് കൂടി ഉണ്ട് സേക്രത്തിനും കോക്കിക്സിനും ഇടയിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ജോയിന്റും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഇസ് നോൺ ആസ് സേക്രോ കോക്സിജിയൽ ജോയിന്റ്. ഓക്കെ, അപ്പം നമ്മുടെ പെൽവസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 ജോയിന്റ്സ്. 4 ബോൺസും 4 ജോയിന്റ്സും ആണ്. ജോയിന്റ്സ് ഏതൊക്കെയാണ്? symphysis pubis, then sacroiliac joints, 2 sacroiliac joints on either side, and sacrocoxigeal joint. നമുക്ക് 4 ജോയിന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, പിന്നെ ലിഗമെന്റ്സ് ഉണ്ട്, ജോയിന്റ്സിനെ സപ്പോർട്ട് ചെയ്ത് ലിഗമെന്റ്സ് ഉണ്ട്. നമുക്ക് പിക്ചറൈസേഷൻ വെച്ച് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പെൽവിസിനെ കുറിച്ച് പെരിഫറലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ഓരോ കാര്യങ്ങളും എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. നന്നായിട്ട് അറിയാമെങ്കിൽ ഒരു പോയിന്റ് പോലും നമുക്ക് മിസ് ഔട്ട് ആയി പോകത്തില്ല. സോ ഡയറക്ട്ലി നമുക്ക് കുറച്ച് പവർ പോയിന്റ് പ്രസന്റേഷൻസിലേക്ക് പോവാട്ടോ. അപ്പൊ ആ കൺസെപ്റ്റ് അങ്ങ് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. വളരെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ?
കുറച്ച് കൂടുതൽ ഉണ്ടെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ്സ് ആണെന്നുള്ളത് അല്ലെ. സോ നമ്മൾ പറഞ്ഞത് ഫീമെയിൽ പെൽവിസിനെ കുറിച്ചിട്ടാണ്. ഫീമെയിൽ പെൽവിസിൽ നിങ്ങൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു അല്ലെ. 2 ഇനോമിനേറ്റ് ബോൺസും 1 സേക്രം ആൻഡ് 1 കോക്സിക്സ്. സേക്രം 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ആണ്. ദെൻ അത് വെഡ്ജ് ഷേപ്പ് ആണ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പ് ആണ്. സേക്രത്തിന് സേക്രൽ അലയുണ്ട് 2 സൈഡിലായിട്ട്. സേക്രോ ഇലിയാക് ജോയിന്റ് ഉണ്ട്. ടോപ്പ് പോർഷനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. താഴെ കോക്കിക്സിനോട് ചേരുന്നത് നമ്മുടെ എപെക്സ് എന്ന് വിളിക്കും. സേക്രോ കോക്സിജിയൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ സേക്രത്തിനും കോക്സിക്സിനും ഇടയ്ക്ക് കാണുന്ന ജോയിന്റ് ആണ്. പിന്നെ സേക്രൽ പ്രൊമോണ്ടറി എന്താന്ന് നമ്മൾ പറഞ്ഞു. കോക്സിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ്, വെസ്റ്റിജിയൽ ടെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് 4 ഫ്യൂസ്ഡ് വെർട്ടിബ്രേ ആണ്. ആ ജോയിന്റ് സേക്രോ കോക്സിജിയൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ. So pelvic girdle is formed by the fusion of 4 bones. Exam question. 2 innominate bones are ilium, ischium and pubis, 1 sacrum and 1 coccyx. ഇത് ക്ലിയർ ആണല്ലോ. ഒബ്ചുറേറ്റർ ഫോറാമൻ ഞാൻ ക്ലിയർലി കാണിച്ചു തന്നു. അസറ്റാബുലം ഞാൻ ക്ലിയർലി കാണിച്ചു തന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്യൽ ട്യൂബറോസിറ്റി ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പെൽവിക് ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഫൈസിസ് പ്യൂബിസ് ഉണ്ട് ബിറ്റ്വീൻ 2 പ്യൂബിക് ബോൺ. പിന്നെ നമുക്ക് ആരാണുള്ളത്, നമുക്ക് സേക്രോ ഇലിയാക് ജോയിന്റ്സ് ഉണ്ട് ബിറ്റ്വീൻ സേക്രം ആൻഡ് ഇലിയം. പിന്നെ നമുക്ക് ആരാ ഉള്ളത്, സേക്രോ കോക്സിജിയൽ ജോയിന്റ് ഉണ്ട് ബിറ്റ്വീൻ സേക്രം ആൻഡ് കോക്സിക്സ്. നമുക്ക് 4 ജോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ. ആന്റീരിയർലി സിംഫൈസിസ് പ്യൂബിസ് വിച്ച് ഇസ് എ കാർട്ടിലേജിനസ് ജോയിന്റ്. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ദെൻ സേക്രോ ഇലിയാക് ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് ആണ്. വിച്ച് ഇസ് എ സൈനോവിയൽ ടൈപ്പ് ഓഫ് ജോയിന്റ്. എക്സാം ക്വസ്റ്റ്യൻ. പോസ്റ്റീരിയർ സേക്രോ കോക്സിജിയൽ ജോയിന്റ് വിച്ച് ഇസ് ഓൾസോ എ കാർട്ടിലേജിനസ് ജോയിന്റ്. അതുകൂടെ പഠിച്ചു വെക്കണം. ദെൻ നെക്സ്റ്റ് പെൽവിക് ലിഗമെന്റ്സ് ആണ്. അത് പഠിക്കാൻ വളരെ ഈസിയാണ്. പെൽവിക് ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെൽവിക് ബോൺസിനെ ജോയിന്റ്സിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ലിഗമെന്റ്സ് ഉണ്ട്. നമുക്കറിയാം ലിഗമെന്റ് എന്താന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തു വെച്ചോണം. നമ്മുടെ ഫസ്റ്റ് ലിഗമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിംഫൈസിസ് പ്യൂബിസ്, നമ്മുടെ ഇവിടുത്തെ സിംഫൈസിസ് പ്യൂബിസിന് മുകളിൽ പ്യൂബിക് ബോണിന്റെ അപ്പർ എൻഡിലുള്ള ലിഗമെന്റ് ആണ്. അതിന് പറഞ്ഞ പേരാണ് നമ്മൾ ഇന്റർ പ്യൂബിക് ലിഗമെന്റ്. എന്താണ് ഇന്റർ പ്യൂബിക് ലിഗമെന്റ്? ഓക്കെ. സോ പ്യൂബിക് ലിഗമെന്റ് അല്ലെങ്കിൽ ഇന്റർ പ്യൂബിക് ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, വിച്ച് കണക്ട് the top of the pubic bone. Okay, top of the pubic bone connect ചെയ്ത് pubic ligament ഉണ്ട്. Then sacro iliac ligament എവിടെയായിരിക്കും കാണുന്നത്, സേക്രത്തിനും ഇലിയത്തിനും ഇടയിലാണ് സേക്രോ ഇലിയാക് ലിഗമെന്റ് എന്ന് പറയുന്നത്. Then sacro tuberous ligament എന്ന് പറഞ്ഞാൽ ഓർത്തോണം, tuberous എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇഷിയൽ ട്യൂബറോസിറ്റി ആണ്. അപ്പൊ ആരെ തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്, സേക്രോ ട്യൂബറസ് ലിഗമെന്റ് ബിറ്റ്വീൻ സേക്രം ആൻഡ് ഇഷിയൽ ട്യൂബറോസിറ്റി. സിമ്പിൾ ആണ് കേട്ടോ. പിക്ചർ നമ്മുടെ ആ ഒരു ടെർമിനോളജി തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇഷിയൽ ട്യൂബറോസിറ്റി. ദെൻ സേക്രോ സ്പൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ സ്പൈനസ് എന്ന് പറയുന്നത് ഇഷിയൽ സ്പൈൻ ആണ്. ഇഷിയൽ സ്പൈൻ. അപ്പൊ ഇവിടെ എവിടെയായിരിക്കും കാണുന്നത്, നമ്മുടെ സേക്രത്തിനും ഇഷിയൽ സ്പൈനും ഇടയിൽ കാണുന്ന ലിഗമെന്റ്സിന് നമ്മൾ എന്തെന്ന് വിളിക്കും, സേക്രോ സ്പൈനസ് ലിഗമെന്റ് എന്ന് നമുക്ക് വിളിക്കാം. പിന്നെ സേക്രത്തിനും കോക്സിക്സിനും ഇടയിൽ കാണുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സേക്രോ കോക്സിജിയൽ ലിഗമെന്റ് എന്ന് വിളിക്കാം. വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ 4 എണ്ണം ഉണ്ട്. സിംഫൈസിസ് പ്യൂബിസ്, സേക്രോ ഇലിയാക് ജോയിന്റ് 2 എണ്ണം, പിന്നെ സേക്രോ കോക്സിജിയൽ ജോയിന്റ്. ലിഗമെന്റ്സ് ഏതൊക്കെയാണ്, പ്യൂബിക് ലിഗമെന്റ് അല്ലെങ്കിൽ ഇന്റർ പ്യൂബിക് ലിഗമെന്റ്, സേക്രോ ഇലിയാക് ലിഗമെന്റ് 2 എണ്ണം, പിന്നെ സേക്രോ കോക്സിജിയൽ ലിഗമെന്റ്, പിന്നെ എക്സ്ട്രാ ഉള്ളത് ഏതാണ്, സേക്രോ സ്പൈനസ് ലിഗമെന്റും സേക്രോ ട്യൂബറസ് ലിഗമെന്റും. അത്രേ ഉള്ളൂ. അതാണ് അത്രയും നമുക്ക് ലിഗമെന്റ്സ് ഉള്ളത്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ പെൽവിക് ബോൺസ് പഠിച്ചു, പെൽവിക് ജോയിന്റ്സ് പഠിച്ചു, പെൽവിക് ലിഗമെന്റ്സ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെൽവിസിന്റെ പാർട്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് കേട്ടിരുന്ന് പഠിക്കണം. നമ്മൾ 2 പാർട്ടായിട്ട് നമുക്ക് പറയാം, ഒരു ഫോൾസ് പെൽവിസും ഒരു ട്രൂ പെൽവിസും. ഫോൾസ് പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിക്കേ. ഇവിടെ ഈ റെഡ് കളറിൽ ഇതാ റൗണ്ട് ആയിട്ട് കാണുന്ന ഒരു പോർഷൻ ഇല്ലേ, ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെൽവിക് ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിം ഓഫ് ദ പെൽവിസ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ റൗണ്ട് പോർഷൻ നോക്കിക്കേ. ഈ ഒരു റൗണ്ട് പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റൗണ്ട് പോർഷൻ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ബ്രിം ഓഫ് ദ പെൽവിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെൽവിക് ബ്രിമ്മിന് മുകളിലുള്ള ഭാഗങ്ങൾ,
മുകളിലുള്ള പാർട്ടാണ് പെൽവിസിന്റെ പാർട്ടിനെ നമ്മൾ ഫോൾസ് പെൽവിസ് എന്ന് വിളിക്കും. പെൽവിക് ബ്രിമിന് താഴേക്കുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രൂ പെൽവിസ് എന്ന് വിളിക്കും. ഫോൾസ് പെൽവിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഫോൾസ് പെൽവിസ് നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു മെഷർമെന്റ്സോ എക്സാക്ട് മെഷർമെന്റ്സ് ഒന്നും പറയാനായിട്ട്, അല്ലെങ്കിൽ ഡയമീറ്റേഴ്സ് ഒന്നും ക്ലിയർ ആയിട്ടൊന്നും പറയാനൊന്നും ഇല്ല, അല്ലെ? അതാണ് ഫോൾസ് പെൽവിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫോൾസ് പെൽവിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലാൻഡ്മാർക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റീരിയർലി മദറിന്റെ അബ്ഡോമിനൽ വോൾ, ഓക്കെ, അബ്ഡോമിനൽ വോൾ ഓഫ് ദി മദർ. ലാറ്ററലി നമ്മുടെ ഇലിയൽ ബോൺസ് ലാറ്ററലി. ബാക്ക് സൈഡില് നമ്മുടെ ലംബാർ വെർട്ടിബ്ര വരുന്നത്. സേക്രത്തിന് മുകളിലാണ് ലംബാർ വെർട്ടിബ്ര വരുന്നത്, അല്ലെ? ലംബാർ വെർട്ടിബ്ര. അപ്പൊ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫോൾസ് പെൽവിസ് എന്ന് പറയുന്നത്. അപ്പം ഫോൾസ് പെൽവിസ് എന്ന് പറഞ്ഞാൽ ബ്രിമ്മിന് മുകളിലേക്കുള്ള പോർഷൻ ആണ്. നമ്മള് എന്താണ് അതിന്റെ ലാൻഡ്മാർക്സ് പറഞ്ഞാൽ ആന്റീരിയർലി അബ്ഡോമിനൽ വോൾ ആണ്. ഫ്രണ്ടിൽ അബ്ഡോമിനൽ വോള് നിങ്ങൾ ചിന്തിച്ചു നോക്കുക കേട്ടോ. ആന്റീരിയർലി അബ്ഡോമിനൽ വോള്, രണ്ട് സൈഡില് ഇലിയം, ബാക്ക് സൈഡില് ലംബാർ വെർട്ടിബ്ര. ഈ ഒരു സ്ഥലത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് ഫോൾസ് പെൽവിസ്. ഇതിന് അത്ര ഒബ്സ്റ്റട്രിക്കൽ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു അബ്ഡോമിനൽ ഓർഗൻസിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പെൽവിസിന്റെ പാർട്ടാണ് ഫോൾസ് പെൽവിസ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് മെഷർമെന്റ്സ് പോസിബിൾ അല്ല. എന്നാൽ ഈ ബ്രിമ്മിന് താഴേക്കുള്ള പോർഷൻ, അതിലെ കൂടെയാണ് ബേബി ശരിക്കും പാസ് ഔട്ട് ചെയ്ത് വരുന്നതും നമുക്ക് ഒബ്സ്റ്റട്രിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതും ആ ഒരു ഭാഗമാണ്. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് ട്രൂ പെൽവിസ് എന്ന് പറയുന്നത്. ട്രൂ പെൽവിസിന് എക്സാക്ട് മെഷർമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഫോൾസ് പെൽവിസ് ഈ ഒരു ഏരിയ ആണ് കേട്ടോ, ഈ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഏരിയ, അതായത് ബ്രിമ്മിന് മുകളിലാണ്. പിന്നെ ഫോൾസ് പെൽവിസ്, ട്രൂ പെൽവിസ് അതിന് താഴേക്കാണ് വരുന്നത്. അപ്പൊ ഫോൾസ് പെൽവിസിനെ നമ്മൾ അപ്പർ ഓർ ഗ്രേറ്റർ പെൽവിസ് എന്ന് വിളിക്കാം. സുപ്പീരിയർ ടു പെൽവിക് ബ്രിം ആണ്, എന്ന് വെച്ചാൽ പെൽവിക് ബ്രിമിന് മുകളിലാണ്. ലാൻഡ്മാർക്സ് കൊടുത്തിട്ടുണ്ട്. ലംബാർ വെർട്ടിബ്ര പോസ്റ്റീരിയർലി, ഇലിയാക് ബോൺസ് ലാറ്ററലി, ആന്റീരിയർലി മദറിന്റെ അബ്ഡോമിനൽ വോൾ ആണ് വരുന്നത്. അബ്ഡോമിനൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ഫോൾസ് പെൽവിസിനുള്ളത്. വാട്ട് ഈസ് ട്രൂ പെൽവിസ്? True pelvis is also known as lower pelvis or lesser pelvis, inferior to pelvic brim. Pelvic brimന് താഴെയാണുള്ളത്. അതിന് നമ്മൾ ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളില്ലേ, ബാക്ക് സൈഡിൽ സേക്രം ആൻഡ് കോക്കിക്സ് പോസ്റ്റീരിയർലി, രണ്ട് സൈഡില് ഇലിയം ഇഷ്യം പ്യൂബിസ്, ഇലിയം ആൻഡ് ഇഷ്യം നമ്മുടെ ഇനോമിനേറ്റ് ബോൺസ്, ഫ്രണ്ടില് നമ്മുടെ പ്യൂബിക് ബോൺ. ഇതാണ് നമ്മുടെ സിംഫൈസിസ് പ്യൂബിസ്. ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ട്രൂ പെൽവിസിന്റെ ലാൻഡ്മാർക്സ് എന്ന് പറയുന്നത്. അതിനാണ് നമുക്ക് മെഷർമെന്റ് കിട്ടുന്നതും നമ്മൾ ഈ ഡയമീറ്റേഴ്സ് ഒക്കെ പഠിക്കുന്നതും ഒക്കെ ആരുടെയാണ്? ട്രൂ പെൽവിസിന്റെ ആണ്. കാരണം അതാണ് നമ്മൾ എക്സാക്ട്ലി പെൽവിസ് എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. നമുക്കിനി ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ ട്രൂ പെൽവിസിനെ കുറിച്ച് പഠിക്കണം. ട്രൂ പെൽവിസ് അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലെസർ പെൽവിസ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ പോർഷൻ ഓഫ് ദ പെൽവിസ് ദാറ്റ് ലൈയിങ് below the iliopectineal line or pelvic brim is known as true pelvis or lesser pelvis. അതിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ പെൽവിസിനെ 3 റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്രിം ഓർ ഇൻലെറ്റ്, then cavity and outlet. ഇൻലെറ്റ് ഓർ ബ്രിം, cavity, outlet. ഇത് itself is a question ആണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ട്രൂ പെൽവിസിന്റെ പാർട്സ് അല്ലാത്തത് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കണം, ബ്രിം എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിന്റെ തന്നെ മറ്റൊരു പേരാണ്. ക്ലിയർ ആയോ? ഇൻലെറ്റ് ഓർ ബ്രിം, ക്യാവിറ്റി ആൻഡ് ഔട്ട്ലെറ്റ്. ഇതില് നിങ്ങൾ ഈ ഒരു പെൽവിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് നോക്കിക്കേ, ഇതാണ് നമ്മൾ ബ്രിം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ബ്രിം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഇതിന് താഴെയുള്ള ഈ ഒരു ഭാഗമില്ലേ, ഇത് നമ്മൾ ക്യാവിറ്റി എന്ന് പറയുന്നത്. ക്യാവിറ്റി. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പോർഷൻ ഇല്ലേ, ഇങ്ങനത്തെ വരുന്ന ഈ ഔട്ട് സൈഡ്, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയുണ്ട്? ഒരു ബ്രിം ഉണ്ട്, ഇൻലെറ്റ് ഉണ്ട്, ക്യാവിറ്റി ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ട്രൂ പെൽവിസ് എന്ന് പറയുന്നത്. നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ക്ലിയർ ആയോ? ഇതാണ് പെൽവിക് ബ്രിം എന്ന് പറയുന്നത്. റൗണ്ടിൽ കാണിച്ചിരിക്കുന്ന പെൽവിക് ബ്രിം ആണ്, അല്ലെങ്കിൽ പെൽവിക് ഇൻലെറ്റ് എന്ന് നമുക്ക് വിളിക്കാം. നമുക്കൊരു ക്യാവിറ്റി ഉണ്ട്, ഈ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ക്യാവിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബ്രിം അല്ലെങ്കിൽ ഇൻലെറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ബ്രിം എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ. ബ്രിം ഈസ് റൗണ്ട് ഇൻ ഫീമെയിൽ പെൽവിസ് ആൻഡ് ഇസ് ഹാർട്ട് ഷേപ്ഡ് ഇൻ മെയിൽ. ഓക്കെ, മെയിൽസിൽ ഹാർട്ട് ഷേപ്പ് ആയിരിക്കും, ഫീമെയിൽസിൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കും ബ്രിം എന്ന് പറയുന്നത്. പിന്നെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ ഒരു പെൽവിസ് നേരെ അല്ല ഇരിക്കുന്നത്, അല്ലേ? നമ്മൾ ജസ്റ്റ് ഒരു ഇൻക്ലൈൻ ചെയ്ത് ഫ്രണ്ടിലേക്കായിരിക്കുന്നത്, ഒരു
എന്താ പറഞ്ഞ ഒരു ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഒരു ആംഗിൾ കീപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്കാണ് നമ്മുടെ പെൽവിസ് ഇരിക്കുന്നത് എപ്പോഴും അല്ലെ. നമ്മളിത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഇരിക്കുകയാണ്. ആ നോർമൽ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് നമ്മൾ പെൽവിസ് കീപ്പ് ചെയ്യുന്ന ആ ആംഗിളിന് പറഞ്ഞ പേരാണ് ഇൻക്ലിനേഷൻ എന്ന് നമ്മൾ പറയും. അത് 65 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കണം. റേഡിയോഗ്രാഫിക്കലി നമ്മളത് മോണിറ്റർ ചെയ്യുന്ന ടെക്നിക്ക് ഉണ്ട്. അത് നമുക്ക് 135 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അക്കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഈസ് 55 ഡിഗ്രി. When it is measured by radiographical support, it become 135 ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം രണ്ട് രീതിയിലാണ് നോക്കുന്നത്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. സോ ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിം. ഇനി ഇൻലെറ്റ് അല്ലെങ്കിൽ പെൽവിക് ബ്രിമ്മിന്റെ ലാൻഡ്മാർക്കുകൾ ഏതൊക്കെയാണ്? റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. നമ്മളൊരു പെൽവിക് ബ്രിം എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു സൈഡില് 9 ലാൻഡ്മാർക്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു സിംഫൈസിസ് പ്യൂബിസ്. പെൽവിക് ബ്രിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് പെൽവിക് ബ്രിം. നമുക്ക് എങ്ങനെ പഠിക്കാം ഇത്? നമ്മൾ ഓൾറെഡി പറഞ്ഞ ഓർത്ത് നോക്കിയേ. നമുക്ക് സിംഫൈസിസ് പ്യൂബിസ് ഉണ്ട്, ഇവിടെ നിന്ന് തുടങ്ങാം അല്ലെ. ഒരു സൈഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 9 ലാൻഡ്മാർക്സ്. സിംഫൈസിസ് പ്യൂബിസ്, പ്യൂബിക് ക്രസ്റ്റ്, പ്യൂബിക് ട്യൂബർക്കിൾ, പെക്ടീനിയൽ ലൈൻ, പെക്ടീനിയൽ എമിനൻസ്, then ഇലിയോപെക്ടീനിയൽ ലൈൻ, sacroiliac joint, ala of sacrum and sacral promontory. ഇത്രയും കാര്യങ്ങളല്ലേ ഒരു സൈഡിൽ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ. 1 symphysis pubis, 2 pubic crest, 3 pubic tubercle, 4 pectineal line, 5 iliopectineal eminence or iliopubic eminence, then 6 iliopectineal line, 7 sacroiliac joint, 8 ala of sacrum, and 9 sacral promontory. ഇതാണ് 9 ലാൻഡ്മാർക്സ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകാതെ പഠിച്ചോണം കേട്ടോ. രണ്ട് സൈഡിലൂടെ വരുമ്പോഴത്തേന് ഒരു സൈഡിലാണ് 9 എണ്ണം പറഞ്ഞു കേട്ടോ, ഇപ്പറേ സൈഡിലും അതുപോലെ തന്നെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പെൽവിക് ബ്രിമ്മിന്റെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ ഏത് ഭാഗമായിരിക്കും പെൽവിക് ബ്രിം ആയിട്ട് വരുന്നതെന്ന്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ആണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക കേട്ടോ, ഏതൊക്കെയാണ് ലാൻഡ്മാർക്സ് വരുന്നത്. അടുത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പോവാണ് ഡയമീറ്റേഴ്സ് ഓഫ് ദ ഇൻലെറ്റ് ഓർ ബ്രിം. നമ്മുടെ ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഡയമീറ്റേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബ്രിമ്മിന്റെ ഡയമീറ്റേഴ്സ് നമ്മൾ പറയുമ്പോഴത്തേന് നമുക്ക് 3 ടൈപ്പ് ഡയമീറ്റർ നമുക്ക് പറയാം. ഒന്ന്, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള ഡയമീറ്റേഴ്സ് പറഞ്ഞൂടെ? ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള ഡയമീറ്റേഴ്സ് ആണ് ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ. ദെൻ നമുക്ക് ട്രാൻസ്വേഴ്സ് ഡയമീറ്റേഴ്സ് ഉണ്ട്. ദെൻ ഒബ്ലിക് ആയിട്ട് നമുക്ക് പറയാം ഒബ്ലിക് ഡയമീറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റേഴ്സ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റേഴ്സ് ഉണ്ട്, ഒബ്ലിക് ഡയമീറ്റേഴ്സ് ഉണ്ട്. ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ദ ഫ്രണ്ട് ടു ബാക്ക്. ഫ്രണ്ടിൽ ആരായിരിക്കുന്നത്? സിംഫൈസിസ് പ്യൂബിസ്. ബാക്കിൽ ആരായിരിക്കുന്നത്? നമ്മൾ ഏറ്റവും മുകളിലാണ് നോക്കുന്നത് കേട്ടോ, നമ്മുടെ സേക്രൽ പ്രൊമോണ്ടറി. ഇവരെ രണ്ടുപേരെയും വെച്ചിട്ടാണ് നമ്മൾ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ പറയുന്നത്. ഡയമീറ്റേഴ്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചേ പറ്റുള്ളൂ, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മള് ഫീറ്റൽ സ്കള്ള് പഠിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയമീറ്റേഴ്സ് ഓഫ് ദ പെൽവിക് ട്യൂബ്, അതുകൂടെ നിങ്ങൾ പഠിക്കണം. സോ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റേഴ്സ് എന്ന് പറയുന്നത് 3 ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റേഴ്സ് ആണ് നമുക്ക് പെൽവിസിനകത്തുള്ളത്. 3 ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റേഴ്സ്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ളത് 3 ഡയമീറ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ് ആ ഡയമീറ്റേഴ്സ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ട്രൂ കോൺജുഗേറ്റ് ഓർ അനാറ്റമിക്കൽ കോൺജുഗേറ്റ് ഓർ കോൺജുഗേറ്റ് വെര എന്ന് പറയും. സെക്കൻഡ് obstetrical conjugate and third is diagonal conjugate. ഇതില് diagonal conjugate മാത്രമാണ് നമുക്ക് PV എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു ഡയമീറ്റർ ആണ് ഏത്? ഡയഗണൽ കോൺജുഗേറ്റ്. ഓക്കെ, ഈ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ ഓഫ് ദ ഇൻലെറ്റ് ഫസ്റ്റ് ഈസ് ട്രൂ കോൺജുഗേറ്റ് ഓർ അനാറ്റമിക്കൽ കോൺജുഗേറ്റ് ഓർ കോൺജുഗേറ്റ് വെര. എങ്ങനെ നമ്മൾ നോക്കും? ഫ്രം ദ സെന്റർ ഓഫ് ദ സേക്രൽ പ്രൊമോണ്ടറി, സേക്രൽ പ്രൊമോണ്ടറിയുടെ സെന്റർ തൊട്ടിട്ട് ടോപ്പ് പോർഷൻ ഓഫ് ദ സിംഫൈസിസ് പ്യൂബിസ്, നമ്മുടെ സിംഫൈസിസ് പ്യൂബിസിന്റെ മോള് ഭാഗം വരെ അളന്നാൽ നിങ്ങൾക്ക് എത്ര സെന്റിമീറ്റർ കിട്ടും? ദാറ്റ് ഇസ് നോൺ ആസ് ട്രൂ കോൺജുഗേറ്റ്. എവിടെ തൊട്ടാണ്? ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ സേക്രൽ പ്രൊമോണ്ടറി. കാണാമോ? ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ സേക്രൽ പ്രൊമോണ്ടറി ടു ദ inner upper portion of the or upper border of the symphysis pubis is true conjugate. True conjugate is 11 centimeters. True conjugate is 11 centimeter. എങ്ങനെ ഓർക്കും? നിങ്ങൾ T ഓർത്ത് നോക്കുക കേട്ടോ. T എന്ന് പറഞ്ഞാൽ അതിന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 2 1 കിട്ടും അല്ലെ. അപ്പൊ 11 ഓർത്ത് വെക്കാം.
അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ട്രൂ കോൺജുഗേറ്റ്, അപ്പൊ ട്രൂ കോൺജുഗേറ്റിനെ T രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അപ്പൊ നമുക്ക് 11 കിട്ടും. സോ ട്രൂ കോൺജുഗേറ്റ് ഈസ് 11 സെന്റിമീറ്റേഴ്സ്. ക്ലിയർ ആയോ? ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ്. ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ center of the sacral promontory to the inner middle of the symphysis pubis. Symphysis pubis ന്റെ മിഡിൽ പോർഷൻ, ഇവിടെ നമ്മുടെ മിഡിൽ പോർഷൻ ഇല്ലേ, അകത്താണ് ഇന്നർ പോർഷൻ നമ്മൾ പറയുന്നത് കേട്ടോ. ഇന്നർ മിഡിൽ, അതായത് ഇന്നർ പോർഷനിലെ മിഡിൽ ആസ്പെക്ട്, മിഡിലാണ് നമ്മൾ എടുക്കുന്നത്. ദിസ് ഇസ് obstetrical conjugate between midpoint of the sacral promontory to inner middle portion of the symphysis pubis, and obstetrical conjugate is 10 centimeters. Exam question ആണ് ഇതെല്ലാം. True conjugate 11, obstetrical conjugate 10 centimeters. ഓർത്താ മതി. ഒബ്സ്റ്റട്രിക്കലിന് ആദ്യം ഒരു O ഉണ്ടല്ലേ, O എന്ന് പറഞ്ഞാൽ 10 ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. O 10, T 11, ട്രൂ കോൺജുഗേറ്റ് 11, O ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ് 10. അപ്പൊ 10 ആയി 11 ആയി. അടുത്ത എന്താണ്? ഡയഗണൽ കോൺജുഗേറ്റ്. ഡയഗണൽ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ മിഡ് പോയിന്റ് ഓർ സെന്റർ ഓഫ് ദ സേക്രൽ പ്രൊമോണ്ടറി ടു ദ ഇന്നർ lower border of the symphysis pubis. Symphysis pubis in the lower border, and it is about 12 centimeters. Diagonal conjugate is 12 centimeter. Exam question. True conjugate is 11 centimeter. Exam question. Obstetrical conjugate is 10 centimeter. Exam question. And diagonal conjugate is 12 centimeters. Exam question. Okay. 10, 11, 12. ഓർത്ത് വെക്കുക. ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ 10, 11, 12. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. നമ്മളെ സിംഫൈസിസ് പീബിസിന്റെ ഇന്നർ പോർഷൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പർ പോർഷൻ, മിഡിൽ, ലോവർ പോർഷൻ. വളരെ സിമ്പിൾ ആണ് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുന്നത്, പഠിച്ചു വെക്കുക. ഓക്കെ. Then what is transverse diameter? Transverse diameter എന്ന് പറഞ്ഞാൽ the farthest point, അതായത് ഒരു സൈഡിലെ ഇലിയോപെക്ടീനിയൽ ലൈൻ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലെ ഇലിയോപെക്ടീനിയൽ ലൈൻ, ആ farthest ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കും transverse diameter. Okay, transverse diameter. And the transverse diameter is the largest diameter of the pelvis, which is the exam question, and which measures about 13 centimeters. 13 centimeter ആണ് വരുന്നത് transverse diameter. Okay, between the farthest two point on the iliopectineal lines. Largest diameter is about 13 centimeters ആണ് വരുന്നത് കേട്ടോ. 13 centimeter 13.5 വരെയൊക്കെ വരാം. ഓർത്തോണം transverse diameter 13 centimeter or 13.5 centimeters. And next is oblique diameter. And എന്താണ് oblique diameter എന്ന് പറഞ്ഞാൽ? Oblique diameter എന്ന് പറഞ്ഞാൽ എന്താണ് oblique diameter എന്ന് പറഞ്ഞാൽ? ഒരു സൈഡിലെ സേക്രോ ഇലിയാക് ജോയിന്റ് മുതൽ ഓപ്പോസിറ്റ് സൈഡിലെ ഇലിയോപെക്ടീനിയൽ എമിനൻസ്, അറിയാലോ ഈ ഒരു എലിവേഷൻ ആണ് എമിനൻസ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡിലെ ഇലിയോപെക്ടീനിയൽ എമിനൻസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് oblique diameter. അപ്പോ റൈറ്റ് oblique diameter എന്ന് പറഞ്ഞാൽ from the right sacroiliac joint to left iliopectineal eminence, which is about 12 centimeters. Left oblique എന്ന് പറഞ്ഞാൽ എന്താണ്? From the left sacroiliac joint to the right iliopectineal eminence, and which is about 12 centimeters. രണ്ടും 12 centimeter തന്നെയാണ്. അപ്പൊ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സേക്രോയിലിയാക് ജോയിന്റ്, ദെൻ ഓപ്പോസിറ്റ് നിങ്ങൾ ഓർത്താൽ മതി. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സേക്രോയിലിയാക് ജോയിന്റ് ടു ഓപ്പോസിറ്റ് ഇലിയോപെക്ടീനിയൽ എമിനൻസ്. അപ്പൊ ഇത്രയുമാണ് ഇൻലെറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഡയമീറ്റേഴ്സ്. എന്ത് ഈസിയാണ് ഇത് പഠിച്ചു വെക്കാൻ അല്ലെ? അപ്പൊ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ 3 എണ്ണം ഉണ്ട്. ട്രൂ കോൺജുഗേറ്റ് 11, obstetrical conjugate 10, then diagonal conjugate 12. Transverse diameter is the largest diameter, which is about 13 centimeters. Oblique diameters 12 centimeter മെഷർമെന്റ് ആണ് വരുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ബ്രിം അല്ലെങ്കിൽ ഇൻലെറ്റിന്റെ ഡയമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ നമ്മൾ ക്യാവിറ്റിയിലേക്ക് പോവാണ്. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ക്യാവിറ്റി അല്ലെ? ഇതിനകത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ മോൾ ഭാഗം എന്താണ്? ക്യാവിറ്റിയുടെ മോൾ ഭാഗം എന്ന് പറഞ്ഞാൽ ബ്രിം ആണ്. താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ലെറ്റ് ആണ്. അപ്പം ഈ ബ്രിമ്മിനും ഔട്ട്ലെറ്റിനും ഇടയിൽ കാണുന്ന പോർഷൻ ആണ് നമ്മൾ ക്യാവിറ്റി എന്ന് പറയുന്നത്. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി റൗണ്ട് ആണ് കേട്ടോ. ഫീമെയിൽ ഗൈനക്കോഡ് പെൽവിസ് ആണെങ്കിൽ നല്ല റൗണ്ട് ആയിട്ടിരിക്കും. കുഞ്ഞിന് ഇറങ്ങി പോരാൻ വളരെ ഈസി ആയിരിക്കും, റൗണ്ട് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ക്യാവിറ്റിക്കും ഉണ്ട് ഡയമീറ്റേഴ്സ്. ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്ററും ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഡയമീറ്ററും ഉണ്ട്. അപ്പൊ ഈ ക്യാവിറ്റിയുടെ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഈ സേക്രത്തിന്റെ സേക്രൽ 2 and 3 വെർട്ടിബ്ര ഉണ്ടല്ലോ, S2 S3, ഈ സേക്രൽ 3 വെർട്ടിബ്ര തൊട്ട് നമ്മളുടെ സിംഫൈസിസ് പിബിസിന്റെ ഇന്നർ ഭാഗത്ത്, അതായത്
അകം ഭാഗത്ത് നടുക്ക് വരെയുള്ള ഡയമീറ്റർ ആണ് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ. ഓക്കെ, അപ്പൊ ക്യാവിറ്റിയുടെ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ സിംഫൈസിസ് പ്യൂബിസ് ടു ദ ജംഗ്ഷൻ ഓഫ് ദ S2 S3 vertebra. അപ്പൊ നമുക്ക് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ നമുക്ക് കിട്ടും. ദാറ്റ് മെഷേഴ്സ് അബൌട്ട് 12 സെന്റിമീറ്റേഴ്സ്. എത്രയാണ്? 12. Then ട്രാൻസ്വേഴ്സ് ഡയമീറ്ററും ഒബ്ലിക് ഡയമീറ്ററും നമുക്ക് ക്യാവിറ്റിയുടെ എക്സാക്ട്ലി മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളത് 12 സെന്റിമീറ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ക്യാവിറ്റി ഏത് ഡയമീറ്റർ ചോദിച്ചാലും നമുക്ക് ഒറ്റ ഒരെണ്ണമേ പറയാനുള്ളൂ, ദാറ്റ് ഈസ് 12. ഓർത്ത് വെച്ചൂടെ? ക്യാവിറ്റിയുടെ എല്ലാ ഡയമീറ്റേഴ്സും 12 ആണ്. അത് റൗണ്ട് ആണ്. 12 ആണ് നമുക്ക് ക്യാവിറ്റിയുടെ ഡയമീറ്റേഴ്സ് വരുന്നത്. സിമ്പിൾ ആണ്, ഓർത്ത് വെക്കുക കേട്ടോ, മറന്നു പോകല്ലോ. അടുത്തത് ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചാല് നമുക്ക് ശരിക്കും എങ്ങനെ പറയാം ഈ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. നമ്മുടെ കോക്കിക്സിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ലാൻഡ്മാർക്ക് ഞാൻ പറയാണ് കേട്ടോ. നമ്മുടെ സിംഫൈസിസ് പ്യൂബിസിന്റെ താഴെ ഭാഗം നമ്മുടെ 2 ട്യൂബ്രോസിറ്റി, ഇഷ്യൽ ട്യൂബ്രോസിറ്റി, ബാക്ക് സൈഡില് കോക്കിക്സിന്റെ ടിപ്പ്. അപ്പൊ പോസ്റ്റീരിയർലി കോക്കിക്സിന്റെ ടിപ്പ്, ആന്റീരിയർലി സിംഫൈസിസ് പ്യൂബിസിന്റെ താഴെ ഭാഗം, നമ്മുടെ 2 സൈഡിലായിട്ട് ഇഷ്യൽ ട്യൂബ്രോസിറ്റി എടുത്താൽ നമുക്കൊരു ക്യാവിറ്റി കിട്ടൂലേ? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെൽവിക് ഔട്ട്ലെറ്റ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. എക്സാക്ട്ലി നമുക്കത് കാണാൻ ക്ലിയർ ആയിട്ട് കിട്ടും. കണ്ടോ, ഈ ഒരു പോർഷൻ ആണ് പെൽവിക് ഔട്ട്ലെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് ലോങ് ഓവൽ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പ് ആണ് വരുന്നത് കേട്ടോ. എക്സാം ക്വസ്റ്റ്യൻ ആണ് പെൽവിക് ഔട്ട്ലെറ്റ് ലോങ് ഓവൽ ഓർ ഡയമണ്ട് ഷേപ്പ്. ലോങ് ഓവൽ ഓർ ഡയമണ്ട് ഷേപ്പ്. നമ്മൾ ഔട്ട്ലെറ്റിന് ഡയമീറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല് ഔട്ട്ലെറ്റിലെ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഫ്രണ്ട് ടു ബാക്ക് നമ്മൾ പറയുന്നത് 2 ഡയമീറ്റേഴ്സ് ആണ്. ഒന്ന് അനാറ്റമിക്കൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്ററും ഒബ്സ്റ്റട്രിക്കൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്ററും ഉണ്ട്. ഇതില് ഈ ഒബ്സ്റ്റട്രിക്കൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ആണ് നമുക്ക് ഒബ്സ്റ്റട്രിക്കൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. ഒബ്സ്റ്റട്രിക്കൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറഞ്ഞാല് അത് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. സിംഫൈസിസ് പ്യൂബിസിന്റെ ലോവർ എൻഡ് തൊട്ട് സേക്രത്തിന്റെ ലോവർ ബോർഡർ എന്ന് വെച്ചാൽ സേക്രം കോക്കിക്സുമായിട്ട് മുട്ടുന്ന സ്ഥലം ഇല്ലേ, ഈ ഒരു പോർഷൻ ആണ് നമുക്ക് ഒബ്സ്റ്റട്രിക്കൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ നമ്മൾ പറയുന്നത്. അത് 11 സെന്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഒബ്സ്റ്റട്രിക്കൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ബിറ്റ്വീൻ ഇൻഫീരിയർ ബോർഡർ ഓഫ് ദ സിംഫൈസിസ് പ്യൂബിസ് to the tip of the sacrum. It's about 11 centimeters. Anatomical ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറഞ്ഞൊരു ഡയമീറ്ററും കൂടി ഉണ്ട്, നിങ്ങൾ ഓർക്കുക. അതെന്ന് പറഞ്ഞാല് നമ്മുടെ കോക്കിക്സിന്റെ ടിപ്പ് തൊട്ട് നമ്മുടെ സിംഫൈസിസ് പ്യൂബിസിന്റെ ലോവർ ബോർഡർ വരെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് കേട്ടോ വരുന്നത്. അത് നമുക്ക് 13 സെന്റിമീറ്റേഴ്സ് ആണ് നമുക്ക് അനാറ്റമിക്കൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ വരുന്നത്. ഓക്കെ, സിംഫൈസിസ് പ്യൂബിസിന്റെ താഴെ ഭാഗം തൊട്ട് കോക്കിക്സിന്റെ ടിപ്പ് വരെയാണ് നമ്മൾ ഡയമീറ്റർ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ അനാറ്റമിക്കൽ ഡയമീറ്റർ എന്ന് പറയും. എന്നാൽ സേക്രത്തിന്റെ ടിപ്പ് വരെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒബ്സ്റ്റട്രിക്കൽ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ ഔട്ട്ലെറ്റിന്റെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ 2 ഡയമീറ്റേഴ്സ് ആണ് വരുന്നത് അല്ലെ. ഒന്ന് നമ്മുടെ 2 ട്യൂബ്രോസിറ്റി ഉണ്ടല്ലോ, അതായത് ഇഷ്യൽ ട്യൂബ്രോസിറ്റി, 2 ഇഷ്യൽ ട്യൂബ്രോസിറ്റിക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അത് നമ്മൾ പറഞ്ഞ പേരാണ് ബൈ ട്യൂബ്രസ് ഡയമീറ്റർ. എന്ന് വെച്ചാൽ എന്താണ്? ബിറ്റ്വീൻ inner aspect of the ischial tuberosity, between inner aspect of the ischial tuberosity and by tuberous diameter is about 11 centimeters. Is about 11 centimeters. And outlet ന്റെ മറ്റൊരു ഡയമീറ്റർ ആണ് നമ്മുടെ ischial spine ഇടയിലുള്ള 2 ഡയമീറ്റർ. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ്, ഇതാണ് ബൈ സ്പൈനസ് ഡയമീറ്റർ and which is about 10.5 centimeters between 2 ischial spine on either side. Okay, that is bispinous diameter. So the transverse diameter bispinous is about 10.5 and bituberous എന്ന് പറഞ്ഞാൽ 11 centimeters ആണ്. Bispinous diameter obstetrical point of view വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സാം ക്വസ്റ്റ്യൻ ആണ്. Bispinous diameter വെച്ചിട്ടാണ് ബേബിയുടെ ഫീറ്റൽ ഹെഡിന്റെ സ്റ്റേഷൻ നമ്മൾ പറയുന്നത്. അതായത് +2 സ്റ്റേഷൻ ആണോ, 0 സ്റ്റേഷൻ ആണോ, നെഗറ്റീവ് സ്റ്റേഷൻ ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത് ബൈസ്പൈനസ് ഡയമീറ്ററിന്റെ ലെവലിലാണ് ബേബിയുടെ ഹെഡ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ 0 സ്റ്റേഷൻ എന്ന് പറയും. അതിന് മുകളിലേക്കാണെങ്കിൽ മൈനസ് എന്ന് പറയും, താഴേക്ക് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് പറയും. അത് ഓർത്തിരിക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ബേബി ഡെലിവറി ചെയ്യുന്നത് ഈസ് എ പോസിറ്റീവ് സൈൻ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സ്പൈന് താഴേക്ക് വരുന്നത് അത് പോസിറ്റീവ് ആയിരിക്കും, മുകളിലേക്ക് ഇരിക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ഓർത്ത് വെക്കാട്ടോ, ഇതൊക്കെ ഞാൻ ഓർത്തു വെക്കുന്ന രീതികളാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡയമീറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡയമീറ്റേഴ്സ് ഓഫ് ദി ഇൻലെറ്റ് ഓർ ബ്രിം, ഇൻലെറ്റിന് നമ്മൾ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റേഴ്സ് പറഞ്ഞു, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആൻഡ് ഒബ്ലിക് ഡയമീറ്റർ. ക്യാവിറ്റി ഡയമീറ്റർ എല്ലാം 12 ആണ്, പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല.
ഔട്ട്ലെറ്റിന് 2 ഡയമീറ്റർ ഉണ്ട്. നമുക്ക് ആൻഡ്രോപോസ്റ്റീരിയർലി അനാറ്റമിക്കൽ ഔട്ട്ലെറ്റ് ഉണ്ട്, ഒബ്സ്റ്റട്രിക്കൽ ഔട്ട്ലെറ്റ് ഉണ്ട്. ട്രാൻസ്വേഴ്സ് ആയിട്ട് പറഞ്ഞാൽ ബൈ സ്പൈനസ് ഡയമീറ്റർ 10.5 which has got obstetrical importance, and by tuberous diameter is about 11 centimeters. Okay, ഞാൻ കുറച്ച് എനിക്ക് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. ജസ്റ്റ് ഒരു എന്താ ഓവർ എക്സൈറ്റ്മെന്റ്, കാരണം വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ. ആ എക്സൈറ്റ്മെന്റ് നിങ്ങളും പഠിക്കുന്നതിൽ കാണിക്കുക. പഠിക്കുന്ന ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മാർക്ക് കളയല്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമമാവും. നിങ്ങൾ പഠിപ്പിച്ച കാര്യത്തിൽ ഒരിക്കലും മാർക്ക് കളയരുത്. വളരെ നന്നായിട്ട് പഠിച്ചെടുക്കുക. ഞാൻ എല്ലാം ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് പിന്നെ എഴുതിയെടുത്താലും ഓർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലെ നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ലെക്ചർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞ സാധനം വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ എനിക്ക് തോന്നിയത് കൊണ്ടിട്ടാണ് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ സ്ലൈഡിൽ തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നമ്മള് ആദ്യം ബോൺസിൽ തുടങ്ങി, ജോയിന്റ്സിൽ വന്നു, ലിഗമെന്റ്സ് പഠിച്ചു, പിന്നെ ഫോൾസ് പെൽവിസ്, ട്രൂ പെൽവിസ് പഠിച്ചു, ഡയമീറ്റേഴ്സ് പഠിച്ചു. 2 കാര്യങ്ങളും കൂടെ ഉള്ളൂ. അതുകൂടെ ഞാൻ എന്തായാലും പറയാൻ പോവുകയാണ്. കുറച്ച് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ക്ലാസ് ആണ്, നിങ്ങൾക്ക് അറിയാം, മനസ്സിലായി കാണും. സോ നെക്സ്റ്റ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കാൾഡ്വെൽ മൊളോയ്സ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാൾഡ്വെൽ മൊളോയിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാൾഡ്വെൽ മൊളോയി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം 4 ടൈപ്പ് ഫീമെയിൽ പെൽവിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. 4 ടൈപ്സ്. ഇതിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കും, ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഗൈനക്കോയിഡ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഫീമെയിൽസിലും ഗൈനക്കോയിഡ് ആണ്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ അത് മെയിൽ പെൽവിസ് ആണ്, അത് മെയിൽസിൽ കാണുന്ന പെൽവിസ് ആണ്. അങ്ങനെയല്ല കേട്ടോ. ശരിക്കും കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് ഫീമെയിൽ പെൽവിസിന്റെ തന്നെ ആൾട്ടറേഷൻസ് ആണ് ഈ കാൾഡ്വെൽ മൊളോയിസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കാം. അപ്പൊ 4 ടൈപ്സ് ഓഫ് ഫീമെയിൽ പെൽവിസ്, കാൾഡ്വെൽ മൊളോയിസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിച്ചു വെക്കണം. കാൾഡ്വെൽ മൊളോയി എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതില് പെർസെന്റേജ് സഹിതം എക്സാം ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിന് ഈ കാൾഡ്വെൽ മൊളോയി എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് ടൈപ്പാണ് കൂടുതൽ സ്ത്രീകളിൽ കാണുന്നത്, ഏത് ടൈപ്പാണ് കുറവ് സ്ത്രീകളിൽ കാണുന്നത്, അതിന്റെ ബ്രിമ്മിന്റെ ഷേപ്പ്, പിബിക് ആർച്ചിന്റെ ഷേപ്പ്, അതുപോലെ തന്നെ അതിന് വോൾസ് ഡൈവേർജന്റ് ആണോ കൺവേർജന്റ് ആണോ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ എയിംസ് എക്സാം ഒക്കെ എടുത്താൽ ഇതിന്റെ ഒരു എന്താണ് ഇത് മാത്രമേ കാണാറുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് വന്നേക്കുന്നത് കാൾഡ്വെൽ മൊളോയി ക്ലാസിഫിക്കേഷൻ. സോ നമ്മൾ നെക്സ്റ്റ് കാൾഡ്വെൽ മൊളോയി ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. ഇദ്ദേഹം ഫീമെയിൽ പെൽവിസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് എന്തൊക്കെ ക്രൈറ്റീരിയസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻലെറ്റിന്റെ ഷേപ്പ്, അതായത് ബ്രിമ്മിന്റെ ഷേപ്പ്, സൈഡ് വോളിന്റെ ഷേപ്പ്, സൈഡ് വോൾ എന്ന് പറഞ്ഞാൽ ഈ 2 വോൾസ് ഇല്ലേ, സൈഡ് വോൾസിന്റെ ഷേപ്പ്, അതുപോലെ തന്നെ പ്യൂബിക് ആർച്ച്, സബ് പ്യൂബിക് ആർച്ച്. സബ് പ്യൂബിക് ആർച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഇല്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ സിംഫൈസിസ് പ്യൂബിസിന്റെ താഴെ ഭാഗം, നമ്മുടെ ഇഷ്യത്തിന്റെ 2 റാമസ്, ഇത് 2 മീറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു വി ഷേപ്പ് കാണുന്നുണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്യൂബിക് ആർച്ച്, സബ് പ്യൂബിക് ആർച്ച് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഏകദേശം ഒരു 8 സബ് പ്യൂബിക് ആംഗിൾ എന്ന് പറഞ്ഞാൽ 85 to 90 ഡിഗ്രീസ് ആണ് വരുന്നത്. ഗൈനക്കോയിഡ് പെൽവിസ് ഒക്കെയാണ് 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. അത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പെൽവിസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാ എക്സാം ക്വസ്റ്റ്യൻസും ഇതില് ഒരു പോയിന്റ് പോലും നിങ്ങൾ വിട്ട് കളയില്ല. ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ഇട്ടിരിക്കുന്നതാണ് ഇതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും. അതിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. കളയാതെ പഠിക്കുക കേട്ടോ. ഇതിൽ കുറയ്ക്കാനൊന്നുമില്ല. ഇതില് പെർസെന്റേജ് നിങ്ങൾ നോക്കിക്കേ. 50% ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഗൈനക്കോയിഡ് പെൽവിസ് ടൈപ്പ് ആണ്. 20% ആൻഡ്രോയിഡ് ടൈപ്പ് ഫീമെയിൽസിലുള്ളൂ. 25% ആന്ത്രോപോയിഡ് ഉള്ളൂ. 5% ലീസ്റ്റ് കോമൺ പ്ലാറ്റിപെല്ലോയിഡ് പെൽവിസ് ആണ്. The first question, what is Caldwell Molloy's classification? Caldwell Molloy's classification is related to the categorization of the female pelvis. There are 4 types of pelvis according to Caldwell Molloy's classification. And second one is, what are the criteria used by the Caldwell Molloy's classification? There are 3 criteria. The first is shape of the pelvic inlet, the shape of the side walls, and the character of the subpubic arch. The third question, which are the 4 types of female pelvis according to Caldwell Molloy's classification? The first is gynecoid, the second is android, third is anthropoid, and 4 is platyphalloid.
Next question, which is the most favorable pelvis for the delivery? The most favorable pelvis or the most true pelvis is the name given to gynecoid pelvis, 50%. Next question, which is the least common type of female pelvis? The least common type of female pelvis is platypelloid pelvis. ഇത്രയും 5-6 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒറ്റ ചാർട്ടിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഡിഫറെന്റ് പെൽവിസിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. സോ ഗൈനക്കോയിഡ് എന്ന് പറഞ്ഞാൽ ബ്രിം റൗണ്ട് ആണ്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ മെയിൽ ടൈപ്പ് പെൽവിസ് ആണ്, ഹാർട്ട് ഷേപ്പ് പോലെ ഇരിക്കും. ആന്ത്രപ്പോയിഡ് ഓവൽ ആണ്. പ്ലാറ്റിഫെല്ലോയിഡ് കണ്ടല്ലോ. അപ്പൊ 4 ടൈപ്പ് പെൽവിസിനെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. എല്ലാം എക്സാം ക്വസ്റ്റ്യൻ ആണ്, 1 by 1 ഇട്ടേക്കുന്നതാണ്. മിസ്സാക്കാതെ നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഓക്കെ, ഗൈനക്കോയിഡ് പെൽവിസ് 50% കേസസിൽ കാണുമെന്നാണ് കാൾഡ്വെൽ മൊളോയ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. which is the most ideal pelvis, most common and most ideal pelvis is gynecoid pelvis, repeated exam question. And the second question is, which is the normal true female pelvis or true female pelvis or most favorable pelvis എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ഗൈനക്കോയിഡ് പെൽവിസ്. എക്സാം ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നും. Then the pelvis which is most suited for the child delivery is gynecoid pelvis. Exam question ആണ് കേട്ടോ. ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോണം. Then shape of the inlet or the brim in gynecoid pelvis is rounded. പിക്ചറിലേക്ക് നോക്കിയാൽ മനസ്സിലാകും, റൗണ്ട് ഷേപ്പ് ആണ്. ഇതിന് വൈഡ് സയാറ്റിക് നോച്ച് ഉണ്ട്. അതുപോലെ തന്നെ pubic angle 90 degrees. എക്സാം ക്വസ്റ്റ്യൻ. pubic arch, subpubic arch ഞാൻ കാണിച്ചു തന്നില്ലേ? ആ ആംഗിൾ എത്രയുണ്ട്? ഗൈനക്കോയിഡ് പെൽവിസിന് 90 degrees ആണ്. ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം. Okay, that is gynecoid pelvis. And the second category ആണ് anthropoid pelvis. ആന്ത്രപ്പോയിഡ് പെൽവിസ് എത്രയാ കാണുക? 25% വുമൻസിലും ആന്ത്രപ്പോയിഡ് ടൈപ്പ് ഓഫ് പെൽവിസ് ആണ് കാണുന്നത്. ഇതിന്റെ ഇൻലെറ്റിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പ് ആണ്. ഓക്കെ, ഈ പിക്ചറിലേക്ക് നോക്കിക്കേ, ഓവൽ ഷേപ്പ് ആണ് നമ്മുടെ ആന്ത്രപ്പോയിഡ് പെൽവിസ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ആന്ത്രപ്പോയിഡ് പെൽവിസ്, ഓവൽ ഷേപ്പ് ഇൻലെറ്റ്. മോസ്റ്റ്ലി ടോൾ വുമണിലാണ് ആന്ത്രപ്പോയിഡ് ടൈപ്പ് പെൽവിസ് നമ്മൾ കാണുന്നത്. ഇതിൽ യൂഷ്വലി ലേബർ പ്രോസസ്സിന് വലിയ ഡിഫിക്കൽറ്റീസ് ഒന്നും നമ്മൾ എൻകൗണ്ടർ ചെയ്യത്തില്ല. കുഴപ്പമില്ലാതെ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പെൽവിസ് ആണ് ആന്ത്രപ്പോയിഡ് പെൽവിസ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഓവൽ ഷേപ്പ് ആണ്, മറന്നു പോകരുത്. Next type is android pelvis. Repeated exam question. Android pelvis is also known as male pelvis or masculine pelvis എന്ന് നമ്മൾ പറയും. 20% സ്ത്രീകൾക്ക് ആൻഡ്രോയിഡ് ടൈപ്പ് പെൽവിസ് കാണാം. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ദ ഷേപ്പ് ഓഫ് ദ ഇൻലെറ്റ് ഓർ ബ്രിം ഈസ് ഹാർട്ട് ഷേപ്പ്, വെഡ് ഷേപ്പ്, ട്രയാങ്കുലർ ഷേപ്പ്. ഇതിലെ ഹാർട്ട് ഷേപ്പ്, വെഡ് ഷേപ്പ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പ് മൂന്നും റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. Then narrower than gynecoid pelvis. Gynecoid pelvisനെക്കാട്ടിലും നാരോവ്ഡ് ആണ്. നമുക്ക് ഒട്ടും ചൈൽഡ് ബർത്ത് പോസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള പെൽവിസ് ആണ് ആൻഡ്രോയിഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ബേബി ഇങ്ങനത്തെ ഒരു ടൈപ്പ് പെൽവിസിലാണ് വുമണിലാണ് ബേബി ഉണ്ടാകുന്നതെങ്കിൽ അതിന് മോസ്റ്റ് കോമൺലി ഡീപ് ട്രാൻസ്വേഴ്സ് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എക്സാം ക്വസ്റ്റ്യൻ. ഡീപ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് ഈസ് മോസ്റ്റ് കോമൺലി എൻകൗണ്ടേർഡ് ഇൻ ആൻഡ്രോയിഡ് പെൽവിസ്. ഇവിടെ pubic ആർച്ചിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ഗൈനക്കോയിഡ് പെൽവിസിൽ മോർ ദാൻ 90 അല്ലെങ്കിൽ 90 ഡിഗ്രി ആണ്. ആൻഡ്രോയിഡ് പെൽവിസിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഷോർട്ട് ആൻഡ് ഹെവി ബിൽറ്റ് വുമൺ. ഓക്കെ, മറന്നു പോകല്ലേ. സോ ഗൈനക്കോയിഡ് പെൽവിസ് റൗണ്ട് ബ്രിം, ആന്ത്രപ്പോയിഡ് ഈസ് ഓവൽ ബ്രിം, ആൻഡ്രോയിഡ് ഈസ് ഹാർഡ് ഓർ വെഡ്ജ് ഓർ ട്രയാങ്കുലർ ഇൻ ഷേപ്പ്. ലാസ്റ്റ് ഈസ് പ്ലാറ്റിപെല്ലോയിഡ് വിച്ച് ഇസ് ദ ലീസ്റ്റ് കോമൺ പെൽവിസ് എന്ന് പറയുന്നത് പ്ലാറ്റിപെല്ലോയിഡ് ആണ്. 5% ആൾക്കാരിലെ കാണുള്ളൂ. ഇതിന്റെ ഇൻലെറ്റിന്റെ അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കിഡ്നി ഷേപ്പ് ആണ് കേട്ടോ. കിഡ്നി ഷേപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ ഫ്ലാറ്റ് പെൽവിസ് ആണിത്. ഇൻ ദിസ് ടൈപ്പ് ദ ആൻട്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ഇസ് റെഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഇസ് ഇൻക്രീസ്ഡ്. അതാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, ആൻട്രോപോസ്റ്റീരിയർ ഡയമീറ്റർ കുറയും, അപ്പൊ ഷ്രിങ്ക് ചെയ്ത് വരും. ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ കൂടുമ്പോ എന്ത് വരും? ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിഡ്നി പോലെ ഇരിക്കും. ഇതും ഫേവറബിൾ ഫോർ ലേബർ അല്ല, അതുപോലെ തന്നെ ലീസ്റ്റ് കോമൺ ആണ്. ഏറ്റവും ഒട്ടും ഫേവറബിൾ അല്ലാത്തത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ആൻഡ്രോയിഡ് പെൽവിസ് ആണ് എക്സാം ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. പ്ലാറ്റിപെല്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ലീസ്റ്റ് കോമൺ ആണ്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള 4 ടൈപ്പ് പെൽവിസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, ഓരോന്നും പഠിച്ചു വെക്കാം. ഗൈനക്കോയിഡ്, ആന്ത്രപ്പോയിഡ്, ആൻഡ്രോയിഡ്, പ്ലാറ്റിപെല്ലോയിഡ്. ഇനി ഇത് ഞാൻ നമ്മുടെ കാൾഡ്വെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഒന്ന് ഇട്ടേക്കാണ് കേട്ടോ.
നമ്മള് ബ്രിമ്മ്, ഫോർ പെൽവിസ്, സൈഡ് വോൾസ്, ഇഷിയൽ സ്പൈൻ, സബ്ക്യൂബിക് ആംഗിൾ. ഇതില് ഒരു എക്സാമിന് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് ടൈപ്പ് ഓഫ് പെൽവിസ് ആണ്, ഹാർട്ട് ഷേപ്ഡ് ബ്രിം ആയിരുന്നു, കൺവേർജന്റ് സൈഡ് വോൾസ് ആണ്, സബ്ക്യൂബിക് ആംഗിൾ ലെസ് ദാൻ 90 ആണ്, ഏത് ടൈപ്പ് പെൽവിസ്. അപ്പൊ നമുക്കിത് അറിയണമെങ്കിൽ ഈ ഒരു ചാർട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഈ ചാർട്ടാക്കി നന്നായിട്ട് എല്ലാവരും പഠിക്കുക. നമുക്ക് 4 ടൈപ്പ് പെൽവിസിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വെച്ചിട്ടുള്ള ആ എക്സാമിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലൈഡാണ്. ഓക്കെ, ഈ ഒരു ചാർട്ടാണ്. ഈ ചാർട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിനകത്ത് പോയിന്റ്സ് ഒന്നും മിസ് ഔട്ട് ചെയ്യല്ല. പാടാണെന്നൊന്നും വിചാരിച്ചിരിക്കല്ല. പാടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നവനാണ് വിജയ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാരും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളും പഠിച്ചു വെച്ചത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവരും സ്കോർ ചെയ്യും, നമ്മളും സ്കോർ ചെയ്യും. എന്നാൽ എല്ലാരും പഠിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആര് പഠിക്കുന്നവോ അവൻ വിജയിക്കും. സോ ഈ സാധനം പഠിച്ചു വെക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബ്രിം എന്ന് പറഞ്ഞാൽ ഓരോന്നും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ബ്രിം ഗൈനക്കോയിഡ് ആണെങ്കിൽ റൗണ്ട് ആയിരിക്കും, ഫോർ പെൽവിസ് ജനറസ് ആയിരിക്കും, സൈഡ് വോൾസ് സ്ട്രെയിറ്റ് ആയിരിക്കും, ഇഷിയൽ സ്പൈൻ പ്രോമിനന്റ് ആയിരിക്കില്ല, സബ്ക്യൂബിക് ആംഗിൾ 90. ആൻഡ്രോയിഡ് ആണ് കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ബ്രിം ഹാർട്ട് ഷേപ്ഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ, ഫോർ പെൽവിസ് നാരോ, സൈഡ് വോൾസ് കൺവേർജന്റ്, ഇഷിയൽ സ്പൈൻ പ്രോമിനന്റ്, സബ്ക്യൂബിക് ആംഗിൾ ലെസ് ദാൻ 90. ആന്ത്രപ്പോയിഡ് ആണെങ്കിൽ ബ്രിം ഓവൽ ഷേപ്പ്, ഫോർ പെൽവിസ് നാരോ, ഡൈവേർജന്റ് സൈഡ് വോൾസ്, നോട്ട് പ്രോമിനന്റ് ഇഷിയൽ സ്പൈൻ ആൻഡ് മോർ ദാൻ 90 ആണ് ആന്ത്രപ്പോയിഡ്. Then platyphalloid, kidney or flat shaped brim, wide four pelvis, then divergent side walls and non-prominent ischial spine and more than 90 degree angle. ഇതിൽ നിങ്ങൾ നോക്കിയാൽ സബ്ക്യൂബിക് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 എവിടെയാ വരിക? ആൻഡ്രോയിഡ്. അപ്പൊ ജസ്റ്റ് ഒരു നല്ലൊരു ഇതിനെ കുറിച്ച് കൺസെപ്റ്റ് ഉള്ള ഒരാൾക്ക് ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് തന്നെ ആ പെൽവിസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പിക്ചറൈസേഷൻ ആയിട്ട് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഈ പെൽവിസിന്റെ ഷേപ്പ് അപ്പോഴേ നിങ്ങൾ അതിന്റെ എന്ത് നോക്കിക്കോണം? അതിന്റെ ബ്രിമ്മിന്റെ ഷേപ്പ് നോക്കിയിട്ട് അപ്പോഴേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു കൺസെപ്റ്റ് ആണ് വാട്ട് ഇസ് വേസ്റ്റ് സ്പേസ് ഓഫ് മോറിസ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചോണം. എന്താണ് വേസ്റ്റ് സ്പേസ് ഓഫ് മോറിസ് എന്ന് പറയുന്നത്? സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ പെൽവിസ്, ഇതാണ് നമ്മുടെ സബ്ക്യൂബിക് ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ സബ്ക്യൂബിക് ആർച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലേക്ക് ഫീറ്റസിന് ഹെഡ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേന് എൻഗേജിങ് ഡയമീറ്റർ ഇല്ലേ, അതിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേന് ഇവിടെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഫീറ്റൽ ഹെഡിനും സിംഫൈസിസ് പിബിസിനും ഇടയിലായിട്ട് ഒരു ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ ബേബി ഇങ്ങനെ ഇറങ്ങി വരുമ്പോ? ഞാൻ പിടിക്കുന്ന എനിക്ക് എല്ലാം കൂടെ പിടിക്കാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പെൽവിസിന് താഴേക്ക് ഫീറ്റൽ ഹെഡ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഈ ഹെഡിനും നമ്മുടെ സിംഫൈസിസ് പിബിസിനും ഇടയിൽ ഈ ഒരു സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് വേസ്റ്റ് സ്പേസ് ഓഫ് മോറിസ്. എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബിറ്റ്വീൻ സിംഫൈസിസ് പിബിസ് ആൻഡ് ഫീറ്റൽ ഹെഡ്. അതെന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്ററിൽ എപ്പോഴും കുറവായിട്ടിരിക്കണം നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ. മനസ്സിലായോ? ലെസ് ദാൻ 1 സെന്റിമീറ്റർ ആണ് നോർമൽ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ സ്പേസ് ലോസ്റ്റ് ആയി പോകും. അതിനർത്ഥം എന്താണ്? ഈ കൺട്രാക്റ്റഡ് ആണ് പെൽവിസ് എന്നാണ് അർത്ഥം. വേസ്റ്റ് സ്പേസ് ഓഫ് മോറിസ് കൂടുതലാണ്, 1 സെന്റിമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞാൽ ആ പെൽവിസ് കൺട്രാക്റ്റഡ് ആണ്, ഡെലിവറി ഡിഫിക്കൽട്ട് ആണെന്നാണ് അർത്ഥം. എന്നാൽ വേസ്റ്റ് സ്പേസ് ഓഫ് മോറിസ് എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്ററിലും കുറഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ കുറച്ച് വൈഡ് ആണ്. അതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഫീറ്റൽസിന്റെ ഹെഡ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. ഇവിടെ ആരോയിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് വേസ്റ്റ് സ്പേസ് ഓഫ് മോറിസ്. ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. സേക്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സേക്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ആംഗിൾ ഫോംഡ് ബൈ ദ ട്രൂ കോൺജുഗേറ്റ്. എന്താ ട്രൂ കോൺജുഗേറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ട്രൂ കോൺജുഗേറ്റ് വിത്ത് ദ ഫസ്റ്റ് 2 പീസസ് ഓഫ് ദി സേക്രം. ഫസ്റ്റ് 2 പീസസ് ഓഫ് ദി സേക്രോ ട്രൂ കോൺജുഗേറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് സേക്രൽ ആംഗിൾ എന്ന് പറയുന്നത്. നോർമലി ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 90 degrees. എ സേക്രൽ ആംഗിൾ ഓഫ് ലെസർ ഡിഗ്രി സജസ്റ്റ് ഫണലിംഗ് ഓഫ് ദി പെൽവിസ് ഓർ ദ കൺട്രാക്ഷൻ ഓഫ് ദി പെൽവിസ്. സോ 90 degree മോർ ദാൻ ആണെന്ന് ഓർത്ത് വെക്കുക സേക്രൽ ആംഗിൾ കേട്ടോ. അപ്പോ ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പെൽവിക് ബോൺസ് പഠിച്ചു, പെൽവിക് ജോയിന്റ്സ്, ദെൻ പെൽവിക് ലിഗമെന്റ്സ്, പിന്നെ ഫോൾസ് പെൽവിസ്, ട്രൂ പെൽവിസ്, പിന്നെ നമ്മൾ ഡയമീറ്റേഴ്സ് പഠിച്ചു, പിന്നെ കാൾഡ്വെൽ മൊളോയുടെ ക്ലാസിഫിക്കേഷൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം പഠിച്ചു. പിന്നെ 2-3 കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും പഠിച്ചു. നമുക്കുള്ളത് deformed pelvis or abnormalities of the pelvis ആണ്. ഇപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് പിക്ചർ പ്രസന്റേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഈ ഒരു പോർഷനോടെ പഠിപ്പിക്കാം അല്ലെ. ഇവിടെ കഴിഞ്ഞ പെൽവിസ് ക്ലിയർ ആവുമല്ലോ. അപ്പം ഒരു ദിവസം എടുക്കും ഇത് പഠിക്കാൻ.
നന്നായിട്ട് പഠിക്കണം നിങ്ങൾ. അപ്പം നെക്സ്റ്റ് കുറച്ച് 10 മിനിറ്റ് കൂടെ ഡീഫോംഡ് പെൽവിസ് കൂടെ നമുക്ക് പഠിച്ചിട്ട് ഈ ക്ലാസ് സക്സസ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് 100 to 100 നമ്മൾ പഠിച്ചു എന്നുള്ളതാവും. ഓക്കെ, അതാണ് വേണ്ടത് കേട്ടോ. 100 to 100 പഠിക്കാൻ നിൽക്കണം. അപ്പോ next we are going to discuss about some of the important deformed pelvis which is very important in your examination. The first type pelvis is Robert's pelvis. Picture നിങ്ങൾ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെങ്കിലും പിക്ചർ മനസ്സിലിരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ പിക്ചറിൽ ഈ ടൈപ്പ് പെൽവിസ് ഏതാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ അറിയണം കേട്ടോ. അതൊക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റോബർട്ട് പെൽവിസ് എന്ന് പറഞ്ഞാല് സേക്രത്തിന്റെ 2 അലയും ആബ്സെന്റ് ആണ്. അല എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു, സേക്രത്തിന്റെ ഈ ഫ്ലയേർഡ് ആയിട്ടുള്ള പോർഷൻ ആണ് അല. ഈ 2 അലയും ഇല്ലാത്ത അവസ്ഥ. അപ്പൊ എന്ത് ചെയ്യും? സേക്രം എങ്ങോട്ട് ഡയറക്റ്റ് ഫ്യൂസ് ചെയ്യും? നമ്മുടെ ഇലിയത്തിലേക്ക് അല്ലെങ്കിൽ ഇനോമിനേറ്റ് ബോണിലേക്ക് ഡയറക്റ്റ് ഫ്യൂസ് ചെയ്യും. അപ്പൊ എന്നാ സംഭവിക്കും? ഇത് വളരെ നാരോഡ് ആയിട്ട് പോകും അല്ലെ. 2 അല ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഷ്രിങ്ക് ചെയ്ത് പോകും. ആ ടൈപ്പ് പെൽവിസിന് പറഞ്ഞ പേരാണ് റോബർട്ട് പെൽവിസ്. ഹിയർ both sacral ala are absent and sacrum is fixed to innominate bone and narrowed transversely. They picture clear ആയിട്ട് കൊടുത്തിട്ടുണ്ട്. sacral ala ഇല്ല, transversely narrow ആയിട്ട് പോകുന്ന deformed pelvis ആണ് റോബർട്ട് പെൽവിസ്. And the second one is Nigel's pelvis. Nigel's pelvis. Nigel's formula നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ദാ Nigel's formula എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് Nigel's formula. ഇവിടെ നമ്മൾ പറയുന്നത് നിഗൽസ് പെൽവിസ് ആണ്. നിഗൽസ് പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ സൈഡിൽ സേക്രൽ അല ആബ്സെന്റ് ആണ്, ഓപ്പോസിറ്റ് സൈഡിലെ സേക്രൽ അല പ്രസന്റ് ആണ്. എന്നുവെച്ചാൽ ഒരു സൈഡിൽ സേക്രത്തിന്റെ അല പ്രസന്റ് ആണ്, ഒരു സൈഡിൽ ഇല്ല. അപ്പൊ അറസ്റ്റഡ് ഡെവലപ്മെന്റ് ഓഫ് 1 അല ഓഫ് സേക്രം. അപ്പൊ എന്നാ സംഭവിക്കും? നമ്മുടെ ഈ ഒരു ഏരിയ പെൽവിസ് അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്ത് ഒബ്ലിക്ലി ഒരു സൈഡിലേക്ക് കോടിപ്പോകും. ഒരു സൈഡിലേക്ക് ഇങ്ങനെ കോട്ട സംഭവിക്കും അതിന് കേട്ടോ. സോ ഒബ്ലിക്ലി കൺട്രാക്റ്റഡ് പെൽവിസ് ആണ് നിഗൽസ് പെൽവിസ് എന്ന് പറയുന്നത്. റാക്കറ്റിക് പെൽവിസ് എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ ആണ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചത്. റാക്കറ്റിക് പെൽവിസ് ഇത് കണ്ടാൽ നമുക്ക് വെറുതെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഇപ്പൊ മനസ്സിലായല്ലോ ഇത് എന്ത് ടൈപ്പ് പെൽവിസാ? ഇത് റാക്കറ്റിക് പെൽവിസാ. ഇതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം റിക്കറ്റ്സ് ഉണ്ടാവുന്നു. അപ്പൊ റിക്കറ്റ്സിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് കൺട്രാക്റ്റഡ് ഡിഫോംഡ് പെൽവിസ് ഉണ്ടാവുന്നതാണ് റാക്കറ്റിക് പെൽവിസ് അല്ലെ. നമുക്കറിയാം കാൽഷ്യം, വൈറ്റമിൻ ഡി എല്ലാ സാധനങ്ങളൊക്കെ വേണം ബോൺ ഫോർമേഷനും മിനറലൈസേഷനും ഒക്കെ. അപ്പൊ ഈ റാക്കറ്റിക് പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പേരിൽ തന്നെ ഉണ്ട് കൺട്രാക്റ്റഡ് ആൻഡ് ഡിഫോർംഡ് പെൽവിസ് ആണ്. ഡിഫോർംഡ് ആണിത്. റാക്കറ്റിക് സോഫ്റ്റനിങ് ഓഫ് ദി ബോൺസ് ഇൻ ഏർലി ലൈഫ് ഡ്യൂ ടു റിക്കറ്റ്സ് ആണ് കോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇതില് ചൈൽഡ് ബിയറിംഗ് ഒന്നും പോസിബിൾ ഒട്ടും അല്ലാത്ത ഒരു പെൽവിസ് ആണ് കേട്ടോ. ഇതിനകത്ത് എങ്ങനെ ചൈൽഡിനെ ബിയർ ചെയ്യും? നിങ്ങൾ തന്നെ നോക്കിക്കേ. ഇത് നമ്മൾ പ്ലാറ്റിഫെലോയിഡ് പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ബ്രിം ആണ് ഇതിനും ഉള്ളത് കേട്ടോ. റാക്കറ്റിക് പെൽവിസ്. ഓസ്റ്റിയോമലേസിക് പെൽവിക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ കാൽഷ്യം ഓർ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് നമ്മുടെ സോഫ്റ്റനിങ് ഓഫ് ദ ബോൺ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഓസ്റ്റിയോമലേസിക് പെൽവിസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ റാക്കറ്റിക് പെൽവിസ് പോലെ തന്നെ ഇരിക്കും ഓസ്റ്റിയോമലേസിക് പെൽവിസ്. ഒരു എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതാണ് ഓസ്റ്റിയോമലേസിക് പെൽവിസിന് കോസ് എന്താണ്? ആൻസർ കൊടുത്തിരുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസി ആണ്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും. ദെൻ കൈഫോട്ടിക് പെൽവിസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ് അറ്റ് ദ ബ്രിം കൂടും ആൻഡ് വിത്ത് ട്രാൻസ്വേഴ്സ് ഡയമീറ്റേഴ്സ് അറ്റ് ദ ഔട്ട്ലെറ്റ് കുറയും. ഓക്കെ, അതായത് ബ്രിം അല്ലെങ്കിൽ ഇൻലെറ്റിന്റെ കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ് കൂടും, ഔട്ട്ലെറ്റിന്റെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ കുറഞ്ഞിരിക്കും. അപ്പൊ ഒരുമാതിരി മോള് ഭാഗം എന്ത് ചെയ്യും? ഇങ്ങനെ ഉന്തിയിരിക്കും, താഴെ ഭാഗം ഷ്രിങ്ക് ചെയ്തിരിക്കും. ഡെലിവറി ഒന്നും പോസിബിൾ ഒന്നും അല്ല കൈഫോട്ടിക് പെൽവിസിനകത്ത്. ദെൻ കൺട്രാക്റ്റഡ് പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രാക്റ്റഡ് പെൽവിസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു കണ്ടീഷൻ ആണ്, നിങ്ങൾ പഠിക്കണം. കൺട്രാക്റ്റഡ് പെൽവിസ് എന്ന് പറഞ്ഞാൽ whenever there is alteration in the size or shape of the pelvis in a sufficient degree to alter the normal mechanism of labor, the type of pelvis you can say it as contracted pelvis. നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? കൺട്രാക്റ്റഡ് പെൽവിസിന് എക്സാമ്പിൾസ് ആണ് ശരിക്കും. ഓക്കെ, അപ്പൊ കൺട്രാക്റ്റഡ് പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി ദ ഡെഫിനിഷൻ വൈസ് നമുക്ക് പറയാം, ഇറ്റ്സ് an alteration in the size or shape of the pelvis in a sufficient degree so as to alter the normal mechanism of the labor in an average sized baby. That is contracted pelvis. Then നമുക്ക് ഒരെണ്ണം കൂടെ പഠിക്കണം, അസിമിലേഷൻ പെൽവിസ്. അസിമിലേഷൻ പെൽവിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇലിയൽ ബോൺ ഉണ്ടല്ലോ, ഇനോമിനേറ്റഡ് ഇലിയം ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു വെർട്ടിബ്രൽ കോളം ആൻഡ് ഹയർ ഓർ ലോവർ ഡിഗ്രി. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇലിയം ജോയിൻ ചെയ്തേക്കുന്ന സേക്രത്തിലേക്കാണ്, ശരിയല്ലേ? ഇത് മുകളിലേക്കോ ലംബാറിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഇറങ്ങിയോ മുകളിലോ കയറിയോ ഇരുന്ന് ആർട്ടിക്കുലേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ അസിമിലേഷൻ പെൽവിസ് എന്ന് പറയും.
So assimilation pelvis is one in which the ilia articulate with the vertebral column higher. മോളിലോട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, മോളിലേക്ക് പോയി ഫ്യൂസ് ചെയ്യുക, ലെംബാർ സൈഡിൽ പോയി ഫ്യൂസ് ചെയ്തു, ദാറ്റ് ഇസ് ഹൈ അസിമിലേഷൻ പെൽവിസ്. താഴേക്ക് സേക്രത്തിന് താഴേക്ക് ഇറങ്ങി ഫ്യൂസ് ചെയ്തു, ദാറ്റ് ഇസ് ലോ അസിമിലേഷൻ പെൽവിസ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെംബാർ വെർട്ടിബ്രയും ചേഞ്ചസ് സംഭവിക്കാം, കൂടുകയോ കുറയോ ചെയ്യാം. ദാറ്റ് ഇസ് അസിമിലേഷൻ പെൽവിസ്. ഇത്ര ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സാധാരണ നമ്മുടെ ഇനോമിനേറ്റ് ബോൺസ് ജോയിൻ ചെയ്യുന്നത് സേക്രത്തിലേക്കാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഒന്നുകിൽ സേക്രത്തിന്റെ നമ്പേഴ്സ് കൂടുന്നു, ഫ്യൂസ് ചെയ്ത വെർട്ടിബ്രയുടെ നമ്പർ കൂടുന്നു, ഹയർ അല്ലെങ്കിൽ ലോവർ ആയിട്ട് നമ്മുടെ ഇലിയം പോയി അറ്റാച്ച് ചെയ്ത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് അസിമിലേഷൻ പെൽവിസ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫീമെയിൽ പെൽവിസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ്, അതിന്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ്. A to Z കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫീമെയിൽ പെൽവിസിനെ കുറിച്ച് പറഞ്ഞ എന്തൊക്കെയാണ്, ഫീമെയിൽ ബോൺസ് പറഞ്ഞു, പെൽവിസിന്റെ ബോൺസ്, ജോയിന്റ്സ്, ലിഗമെന്റ്സ്, ഫാൾസ് പെൽവിസ്, ട്രൂ പെൽവിസ്, all the diameters, then Caldwell-Molloy's classification of pelvis, അതിന്റെ characteristics, deformed pelvis and some miscellaneous topics അല്ലെ. അപ്പം പറഞ്ഞു വന്നപ്പം നമ്മൾ ആദ്യം ഓർത്തു ഇതൊന്നും ഇല്ലാന്ന്, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫീമെയിൽ പെൽവിസ് എന്താണ്, ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പം ഇതും പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കുറച്ചധികം ഉണ്ടായിരുന്നു, സ്കള്ളുപ്പിനെക്കാളും കുറച്ചൊരു 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഫീമെയിൽ പെൽവിസ്. നമുക്ക് 2-3 ദിവസം ഒന്നും എടുത്ത് വെറുതെ സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തത്. നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം മെസ്സേജ് അയക്കണം കേട്ടോ, എനിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. ഇത്ര എടുത്തതിൽ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്, നമുക്കത് വളരെ ഒറ്റ സ്ട്രെച്ചിൽ എടുത്ത് പഠിച്ചാലേ അത് രസമുള്ളൂ, പഠിപ്പിക്കാനും രസമുള്ളൂ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇന്ന് തന്നെ ഈ ഫീമെയിൽ പെൽവിസ് എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. ഇനി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ ഇതിനകത്തുനിന്ന് ചോദിച്ചിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ഞാൻ കളക്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ 100 to 100 ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്ലാസ് സക്സസ്ഫുള്ളി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ maternal pelvis previous question paper analysis. First question, the pelvis consists of dash number of bones. Kerala PSC, RPSC repeated exam question ആണ്, all the central government exam questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട്. The pelvis consists of dash number of bones, 2, 3, 4, 5. എത്ര നമ്പർ ഓഫ് ബോൺസ് ആ ഉള്ളത് നമ്മൾ പഠിച്ചു, 4 ഫ്യൂസ് അല്ലെ, 4 ബോൺസ് ആണ് നമ്മുടെ പെൽവിസിനകത്തുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, in the following which is the highest diameter of the pelvis? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹയസ്റ്റ് ഡയമീറ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ്രോ പോസ്റ്റീരിയർ, ലാറ്ററൽ, ഒബ്ലിക്, ഓൾ ആർ ഈക്വൽ. ഇതിലേതാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ ലാർജസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്? ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ ആണ്. എക്സാം ക്വസ്റ്റ്യൻ ആണ് ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ. തേർഡ് ക്വസ്റ്റ്യൻ, the true pelvis is also known as. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് ട്രൂ പെൽവിസിന് പറയുന്ന മറ്റൊരു പേര്? ഗൈനക്കോയിഡ് പെൽവിസ് ആണ് ട്രൂ പെൽവിസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ദ ഫേവറബിൾ ഫീമെയിൽ പെൽവിസ് ഫോർ നോർമൽ ഡെലിവറി ഈസ്. എന്താണ് അഗൈൻ ആൻസർ? ഗൈനക്കോയിഡ് പെൽവിസ് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഗൈനക്കോയിഡ് പെൽവിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് ദ ഗൈനക്കോയിഡ് ഫീമെയിൽ പെൽവിക് ബ്രിം ഈസ്. പെൽവിസ് ബ്രിമ്മിൽ ഏത് ഷേപ്പാണ് ഗൈനക്കോയിഡ് പെൽവിസിന്റെ വരുന്നത്? റൗണ്ട് ഷേപ്പ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ റൗണ്ട് ഷേപ്പ് ഓൾറെഡി പഠിച്ചുകൊണ്ടിട്ട് ഞാൻ പറയുവാണ് കേട്ടോ. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് എ ഡിസ്ക്രൈബ്ഡ് ടൈപ്പ് ഓഫ് ഫീമെയിൽ ബോണി പെൽവിസ്? ഇതിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ നമ്മുടെ കാൾഡ്വെൽ മൊളോയ് ക്ലാസിഫിക്കേഷനിൽ പെടാത്ത പെൽവിസ് ഏതാ? ദാറ്റ് ഇസ് ഓപ്ഷൻ സി, ഒബ്സ്റ്റട്രോയിഡ്. ഒബ്സ്റ്റട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. ആൻഡ്രോയിഡ്, ഗൈനക്കോയിഡ്, ആന്ത്രോപോയിഡ്, പ്ലാറ്റിപെലോയിഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഒബ്സ്റ്റട്രോയിഡ് എന്നൊരു ടൈപ്പ് ഒന്നും ഇല്ല. സോ ഒബ്സ്റ്റട്രോയിഡ് പെൽവിസ് ഈസ് ദ ആൻസർ. Next question, the shape of the brim in anthropoid pelvis. Anthropoid pelvis in the brim in the shape and the triangular, round, square, oval. Symbol, it is oval shape. Option number D. Question 8, which of the following is heart-shaped pelvis? Anthropoid, platyphalloid,
ആൻഡ്രോയിഡ് ഗൈനക്കോയിഡ്. ഏതാ ഹാർഡ് ഷേപ്ഡ് പെൽവിസ്? ഹാർഡ് ഷേപ്ഡ് ഓർ വെഡ്ജ് ഷേപ്ഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ പെൽവിസ് എന്ന് പറയുന്നത് മെയിൽ ആൻഡ്രോയിഡ് പെൽവിസ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാൾഡ്വെല്ലിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്. ആ ക്വസ്റ്റ്യൻ ആണ് ഇട്ടേക്കുന്നത്. ദ ടൈപ്പ് ഓഫ് പെൽവിസ് ഇൻ വിച്ച് ദ ഫീച്ചേഴ്സ് ആർ ഹാർഡ് ഷേപ്ഡ് ബ്രിം, narrow forepelvis, sciatic notch with prominent ischial spine and suprapubic angle less than 90 degree. ഇതിൽ ശരിക്കും ഫസ്റ്റ് ഹാർട്ട് ഷേപ്ഡ് ബ്രിം കണ്ടാൽ തന്നെ നമ്മൾ ആൻസർ ചെയ്യും എന്താണ്? ഇറ്റ് ഇസ് ആൻഡ്രോയിഡ് പെൽവിസ്. 10th question, match the list A and list B and select the correct answer. ഇതും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ് അല്ലെ, ഇതിനൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. നോക്കിയാൽ ലിസ്റ്റ് എയും ലിസ്റ്റ് ബിയുടെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഏതാ വരുന്നത്? ആൻഡ്രോയിഡ് ട്രയാങ്കുലർ അല്ലെ, ട്രയാങ്കുലർ നമുക്ക് സെലക്ട് ചെയ്യാം. ബി 1B ആണ്. ഗൈനക്കോയിഡ് റൗണ്ട് 2C. ആന്ത്രപ്പോയിഡ് 3D. ആൻഡ്രോപോസ്റ്റീരിയർലി ഓവൽ ആണ്. ട്രാൻസ്വേഴ്സ്ലി ഓവൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ്ലി ലാർജ് ആയിട്ടുള്ളത് ഏതാണ്? പ്ലാറ്റിപെലോയിഡ് പെൽവിസ് ആണ്. 4 is A. ഏത് ഓപ്ഷൻ നമുക്ക് വരും? 1B, 2C, 3D, 4A. ഓപ്ഷൻ B is the correct answer. എന്ത് സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the shortest diameter of the pelvic outlet is. നമുക്ക് പെൽവിക് ഔട്ട്ലെറ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ പെൽവിക് ഔട്ട്ലെറ്റ് നമ്മൾ പറഞ്ഞപ്പം പറഞ്ഞു ആൻഡ്രോപോസ്റ്റീരിയറിൽ രണ്ടെണ്ണമാണ്, അനാറ്റമിക്കൽ കോൺജുഗേറ്റും ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റും. ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ബൈറ്റ്യൂബറസ് ഡയമീറ്ററും ബൈസ്പൈനസ് ഡയമീറ്ററും. അതിൽ ഏറ്റവും ചെറുത് ഏതായിരുന്നു? ബൈസ്പൈനസ് ഡയമീറ്റർ 10.5 നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ദ ഷോർട്ടസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ പെൽവിക് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബൈസ്പൈനസ് ഡയമീറ്റർ. 12th question, the ischial spines are designated as an important landmark in labor and delivery because the distance between the spine is. എന്താണ് കാര്യം? ഇഷ്യൽ സ്പൈനിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. സ്റ്റേഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇഷ്യൽ സ്പൈൻ വിത്ത് റെസ്പെക്ട് ആണ്. അതുപോലെ തന്നെ the narrowest diameter അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡയമീറ്റർ ഓഫ് പെൽവിക് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബൈസ്പൈനസ് ഡയമീറ്റർ ആണ്. സോ ദ ഓപ്ഷൻ എ is the correct answer. Question 13. Measurement from lower border of the symphysis pubis to the center of the sacral promontory of the sacrum to know the pelvic capacity is known as. ഏതാ? സേക്രൽ പ്രൊമോണ്ടറിയുടെ താഴെഭാഗം, സേക്രൽ പ്രൊമോണ്ടറിയുടെ സെന്റർ തൊട്ട് സിംഫൈസിസ് പ്യൂബിസിന്റെ താഴെഭാഗം വരുന്ന ഡയമീറ്റർ ഏതാണ്? ഏതാ? ഡയഗണൽ കോൺജുഗേറ്റ്. നമുക്ക് PV വെച്ചിട്ട് ഡയഗണൽ കോൺജുഗേറ്റ് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ എ. ഓർമ്മയുണ്ടല്ലോ, ട്രൂ കോൺജുഗേറ്റ് സേക്രൽ പ്രൊമോണ്ടറിയുടെ സെന്റർ തൊട്ടിട്ട് സിംഫൈസിസ് പ്യൂബിസിന്റെ ടോപ്പ് വരെ, ഇന്നർ ടോപ്പ് പോർഷൻ വരെ അല്ലെ. ഇന്നർ മിഡിൽ വരെ വരുമ്പോൾ ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ്, ലോവർ പോർഷൻ വരുന്നത് ഡയഗണൽ കോൺജുഗേറ്റ്. അതിന്റെ ഡയമീറ്റർ ഓർമ്മയുണ്ടല്ലോ, ട്രൂ കോൺജുഗേറ്റ് ഈസ് 11, ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ് ഈസ് 10, diagonal conjugate is 12. 14th question, in which type of pelvis ala of both sides are absent? രണ്ട് സൈഡിലും അല ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? റോബർട്ട് പെൽവിസ്. ഗുഡ്, റോബർട്ട്സ് പെൽവിസ്. ഒരു അല ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? നീഗൽസ് പെൽവിസ്. കൈഫോർട്ടിക് പെൽവിസ് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് 15th question, in rickets disease the type of pelvis may have the risk in. എന്താണ് റിക്കറ്റ്സിൽ നമ്മൾ കണ്ടല്ലേ, എന്താണ്? ഫുള്ളി കൺട്രാക്ട് ചെയ്തിരിക്കുന്ന പെൽവിസ് ആണ്. സോ ദ ആൻസർ എന്താ വരുന്നത്? contracted. 15D. 10th question കണ്ടല്ലോ, obstetrical conjugate is dash centimeters. എത്രയാ വരിക? 10 centimeter അല്ലെ. obstetrical is 10 centimeter. obstetrical conjugate ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഏത് ഡയമീറ്റർ വേണേലും ചോദിക്കാം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഈച്ച് ആൻഡ് എവറി ഡയമീറ്റേഴ്സ് മസ്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. 17th question, the following pelvis is usually associated with the transverse arrest. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ആൻഡ്രോയിഡ് പെൽവിസിലാണ് ട്രാൻസ്വേഴ്സ് അറസ്റ്റിന് ചാൻസ് കൂടുതലുള്ളത്. സോ ദ ആൻസർ ഈസ് ബി. 18th, which is the most common and ideal pelvis. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒന്നും തിരക്കി പോലും പോകണ്ട, ഗൈനക്കോയിഡ് ഉണ്ടോ അത് സെലക്ട് ചെയ്തോളുക. ഓക്കെ, മോസ്റ്റ് കോമൺ, മോസ്റ്റ് ഐഡിയൽ, മോസ്റ്റ് ഫേവറബിൾ, ട്രൂ എന്നൊക്കെ ചോദിച്ചാൽ ഗൈനക്കോയിഡ് ടൈപ്പ് ആണ്. 19th question, which are the parts of true pelvis? ഇത് കണ്ടോ, ഇത് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇൻലെറ്റ് ബ്രിം ഔട്ട്ലെറ്റ്, ഇൻലെറ്റ് ബ്രിം ക്യാവിറ്റി, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ക്യാവിറ്റി, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് അണ്ടർലെറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാറിപ്പോവല്. ഇൻലെറ്റിന്റെ തന്നെ മറ്റൊരു പേരാണ് ബ്രിം അല്ലെ. അപ്പൊ ഇൻലെറ്റ് ഓർ ബ്രിം, ദെൻ ഔട്ട്ലെറ്റ്, ക്യാവിറ്റി, ഇത് മൂന്നുമാണ് പാർട്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 20th question, which is the narrowest diameter of the pelvic inlet through which fetus must pass? Pelvic inletലെ നാരോവസ്റ്റ് ഏറ്റവും ചെറിയ ഡയമീറ്റർ ഏതാ? ഓർത്ത് നോക്കിയേ, പെൽവിക് ഇൻലെറ്റ് അല്ലെങ്കിൽ അതിന് പറഞ്ഞ മറ്റൊരു പേരാണ് ബ്രിം എന്ന് പറഞ്ഞല്ലേ. ബ്രിമ്മിന്റെ നമ്മൾ നോക്കുമ്പോൾ ആൻഡ്രോപോസ്റ്ററി ഡയമീറ്റർ 3 എണ്ണം ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഉണ്ട്,
ഒബ്ലിക് ഡയമീറ്റർ ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ ഡയമീറ്റർ ഏതാ? ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ്. കേട്ടോ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ്. സോ നാരോവസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ പെൽവിക് ഇൻലെറ്റ് ത്രൂ വിച്ച് ഫീറ്റസ് മസ്റ്റ് പാസ് എന്ന് പറയുന്നത് ഒബ്സ്റ്റട്രിക്കൽ കോൺജുഗേറ്റ് ആണ്. സിമ്പിൾ അല്ലെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ മറ്റേണൽ പെൽവിസ്. കേട്ടോ, ഒത്തിരി സമയം പോയതുകൊണ്ടിട്ടാണ് ജസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കിയത്. ബട്ട് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ നിങ്ങൾക്ക് നമ്മുടെ പെൽവിസിനെ കുറിച്ച് വളരെ നല്ല ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സ്കെലിറ്റൽ ഇത് പഠിച്ചു, ഫീറ്റൽ സ്കൾ പഠിച്ചു, നമ്മുടെ പെൽവിസ് പഠിച്ചു. പെൽവിസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് ടൈം എക്സ്ട്രാ ആയി പോയിട്ടുണ്ടെന്നറിയാം. ഓക്കെ, അപ്പം എന്തായാലും എല്ലാരും നന്നായിട്ട് പഠിക്കുക. ഉഴപ്പൊന്നും വിചാരിക്കല്ല, മടുക്കരുത്. ഒരാൾ പഠിക്കുന്നതിനെക്കാട്ടിൽ ഒരു പടി മുന്നിലേക്ക് പഠിക്കണം എന്ന വിശ്വാസത്തോടു കൂടി വേണം ഓരോ ടോപ്പിക്കും കാണാനും അതിനകത്ത് കൂടുതലായിട്ട് പഠിക്കാനും വേണ്ടിയിട്ട്. സോ ഡോണ്ട് സ്റ്റോപ്പ് ഇൻ ബിറ്റ്വീൻ. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യല്ല, പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, നമുക്ക് അടുത്ത ഒരു സെക്ഷനിൽ കാണാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജസ് ആയിട്ട് അയക്കുക. താങ്ക് യു.